happy to see you all here in this session. So thank you all for being here for this session, sis. So നമുക്കറിയുന്ന പോലെ തന്നെ നമ്മളുടെ ലേൺവൈസിന്റെ ഓറിയന്റേഷൻ 10.0 6th സെഷനിലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത്. സോ നമ്മൾ 5 സെഷൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇന്ന് 6th സെഷനിൽ എത്തിയിരിക്കുകയാണ്. സോ നമുക്കറിയുന്ന പോലെ തന്നെ ഇന്നത്തെ സെഷന്റെ ടൈറ്റിൽ ഒന്ന് റീഡ് ചെയ്യാം. So session 6, that is smart goal setting, growth mindset and self-regulation and the momentum clinic on time management, habits and discipline. സോ സെഷന്റെ ടൈറ്റിൽ കാണുന്ന സമയത്ത് ഒത്തിരി ലെങ്തിയർ ആണ്, ലോങ്ങർ ആണെന്ന് തോന്നുമായിരിക്കും അല്ലേ? പക്ഷെ എനിക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും, ടുവേർഡ്സ് എൻഡ് ഓഫ് ദ സെഷനിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നമ്മളുടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ഓരോ വേർഡ്സിന്റെയും ആക്ച്വൽ മീനിങ് എന്താണ്, ആക്ച്വൽ സെൻസ് എന്താണ്, അല്ലെങ്കിൽ ആക്ച്വൽ ആസ്പെക്ട് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ടുവേർഡ്സ് എൻഡ് ഓഫ് സെഷനിൽ മനസ്സിലാവുന്നുണ്ടാവും. സോ 6th സെഷനിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ സെഷന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സോ നമുക്കറിയുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വളരെ ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ അത്ര നല്ലതല്ലാത്ത ചിലപ്പോൾ ടഫ് ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടാവുമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ഓരോ മൊമെന്റ്സിൽ എങ്ങനെയായിരിക്കണം ലൈഫിൽ മുന്നോട്ട് പോകണ്ടേ എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ടാവുക. സോ ഇന്നത്തെ സെഷന്റെ നമുക്കറിയാം, നമ്മൾ ഇഗ്നോ ലേണേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും വർക്കിംഗ് ആയിട്ടുള്ളവരായിരിക്കാം, ചിലപ്പോൾ ഒത്തിരി ഗ്യാപ്പിന് ശേഷം പഠിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ വർക്കിന്റെ കൂടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തും കുട്ടികളെയൊക്കെ മാനേജ് ചെയ്തും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്തൊക്കെ പോകുന്നവരായിരിക്കും ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള പലരും. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. സോ ഇന്നത്തെ ടുനൈറ്റ് വിൽ ബി ലുക്കിംഗ് ഓൺ ടു ദ 3 പവർഫുൾ ഐഡിയാസ് ആയിരിക്കും നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് ഇസ് വൺ തിങ് ആസ് നോയിങ് വാട്ട് യു വാണ്ട്, നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്. അതുപോലെ തന്നെ ബിലീവിങ് യു ക്യാൻ ഗെറ്റ് ദർ. നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രോങ് ബിലീഫ് ഉണ്ടാവണം നമ്മിൽ തന്നെ, ദാറ്റ് നമ്മളുടെ ഗോൾ എന്താണോ അതിലേക്ക് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മൂന്നാമത്തെ ഒരു പവർഫുൾ ഐഡിയ എന്ന് പറയുന്നത് ഹാവിങ് എ സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് യു സ്റ്റേ കൺസിസ്റ്റന്റ്. നമുക്കറിയാം, നമ്മൾക്ക് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോള് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൊട്ടീൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. സോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ ആയിരിക്കും ഈ 3 മേജർ പവർഫുൾ ഐഡിയാസിനെ ഫോക്കസ് ചെയ്തായിരിക്കും നമ്മളുടെ ഇന്നത്തെ സെഷൻ പോകുന്നുണ്ടാവുക. സോ ബിഫോർ മൂവിങ് ഓൺ അല്ലെങ്കിൽ ലുക്കിംഗ് ഓൺ ദ പേർപ്പസ് ഓഫ് ദ സെഷനിലേക്ക് പോകുന്ന മുന്നേ നമ്മൾക്ക് എല്ലാവർക്കും നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നീട് അതിനുശേഷം ലൈഫ് മേ ടേക്ക് ഓവർ. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഡ്രീംസ് ഉണ്ട്, വി ഹോൾ ഹാവ് ഡ്രീംസ്. പക്ഷെ ദർ ആർ ദ മൊമെന്റ്സ്, ചില സമയത്ത് നമ്മൾക്ക് നമ്മളുടെ ഡ്രീംസിൽ തന്നെ ഡൗട്ട് തോന്നുന്ന ചില മൊമെന്റ്സ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ വെൽ മോട്ടിവേറ്റഡ് ആയിരിക്കും, നമുക്ക് നമ്മളിൽ തന്നെ നല്ലൊരു മോട്ടിവേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചില സമയത്ത് നമുക്ക് എവിടെയോ എത്തുന്ന സമയത്ത് നമ്മൾ ആ ട്രാക്കിൽ നിന്ന് മാറുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇടയ്ക്ക് തോന്നിപ്പോവാറുണ്ട് അല്ലേ? സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് നോർമൽ എന്ന് പറയാൻ കാരണം, ബിക്കോസ് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ നല്ലതായിട്ടുള്ള ഗുഡ് ഡേയ്സ് ഉണ്ടാവും. അതുപോലെ ചിലപ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ അത്ര മോട്ടിവേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ ലോ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടായിരിക്കാം. സോ ഇന്നത്തെ ഒരു സെഷന്റെ മേജർ ഗോൾ എന്ന് പറയുന്നതും ഹൗ വി ക്യാൻ സെറ്റ് ഇതിനെല്ലാത്തിനെയും നമ്മൾക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക്കലി നമ്മൾക്ക് നല്ലൊരു ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ റൊട്ടീനിൽ അല്ലെങ്കിൽ നല്ലൊരു ഹാബിറ്റ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മളുടെ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നുണ്ടാവും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാലേ, വി ഓൾ നോ ദാറ്റ് അല്ലെങ്കിൽ വി നോ വാട്ട് വി വോണ്ട് ടു ബി അല്ലെങ്കിൽ വാട്ട് വി ആർ എന്നുള്ളത്. 2 കാര്യങ്ങൾ, ഒന്ന് നമുക്ക് എന്താവണം അല്ലെങ്കിൽ നമ്മൾക്ക് എന്താവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ്. 2 കാര്യങ്ങൾ, ദാറ്റ് വാട്ട് വി ആർ ആൻഡ് വാട്ട് വി വോണ്ട് ടു ബി. ഈ 2 കാര്യങ്ങളുടെ തമ്മിൽ നമ്മൾക്ക് നമ്മൾ എന്താണ്, അതുപോലെ നമ്മൾക്ക് എന്താവണം എന്നുള്ളതിന്റെ ബിറ്റ്വീനിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ഈ ഗ്യാപ്പിനെയാണ് യഥാർത്ഥത്തിൽ റിയൽ എന്ന് പറയുന്നത്. സോ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഫില്ല് ചെയ്യുന്നത്, അതായത് നമ്മൾ എന്താണോ നമ്മൾക്ക് എന്താവണം എന്നുള്ള ഈ 2ന്റെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുന്നത് നമ്മളുടെ ടാലൻസോ നമ്മളുടെ ലക്കോ അല്ല. അതിന് പകരം ഒരു 3 മേജർ കാര്യങ്ങളാണ് ഈ ഒരു ഗ്യാപ്പ് 2നും തമ്മിലുള്ള ഈ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ഗ്യാപ്പ് എന്ന് പറയുന്ന റിയൽ ഇരുന്ന് നമ്മൾ ഫില്ല് ചെയ്യുന്നത് 3 മേജർ കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് ദാറ്റ് ഇസ് ക്ലാരിറ്റി, സെക്കൻഡ് വൺ ഇസ് ബിലീഫ് ആൻഡ് ദ തേർഡ് വൺ ഇസ് റൊട്ടീൻ. സോ ഈ 3 കാര്യങ്ങളാണ് റാദർ ദെൻ നമ്മളുടെ ലക്കിനോ അല്ലെങ്കിൽ നമ്മളുടെ ടാലന്റിനേക്കാൾ പകരം ഈ ഗ്യാപ്സിനെ ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. ദാറ്റ് ഇസ് 3 തിങ്സ്, ക്ലാരിറ്റി, ബിലീഫ്, അതുപോലെ തന്നെ റൊട്ടീൻ. സോ ലെറ്റ്സ് ലുക്ക് ഓൺ ടു ദി പർപ്പസ് ഓഫ് ദ സെഷൻ. സോ നമ്മളുടെ ഈ സെഷന്റെ ഒരു മേജർ പർപ്പസ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഇന്നത്തെ ത്രൂ ഔട്ട് ദ ഈ ഈവനിങ് നമ്മൾ
നോക്കുന്നുണ്ടാവുക 3 ഞാൻ ഈ പറഞ്ഞ 3 കീ പോയിന്റ്സുകളായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ക്ലാരിറ്റി. സോ നമുക്കറിയാലേ നമ്മൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ നമ്മളുടെ വളരെ നമുക്ക് ക്വാണ്ടിഫൈ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന വളരെ സിംപിളർ ആയിട്ടുള്ള നമ്മൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ നമ്മൾക്ക് സെറ്റ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ബിലീഫ് എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവരുടെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ബിലീഫ്സ് നമ്മുടെ കിടക്കുന്നുണ്ടാവില്ലേ. സംടൈംസ് വി മൈറ്റ് സീ ദറ്റ് ഐ എം നോട്ട് ഗുഡ് ഇനഫ് അല്ലെങ്കിൽ ഐ കാൺട്ട് എന്നുള്ള കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ നമ്മൾക്ക് എന്താക്കണം, പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റണം. സോ അതിനെയാണ് നമ്മൾ ഐ എം നോട്ട് ദർ യെറ്റ് ബട്ട് ഐ ക്യാൻ ഇംപ്രൂവ്. അതായത് ഞാൻ ഞാൻ അവിടെ എത്തിയിട്ടില്ല, പക്ഷെ എന്തെങ്കിലും എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ഔട്ടിലേക്ക് നമുക്ക് നമ്മളുടെ ബിലീഫിനെ മാറ്റാം. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാൻ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ദാറ്റ് ഈസ് റൂട്ടീൻ. സോ നമുക്കറിയുന്ന പോലെ നമ്മളുടെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഡേയും ഓരോ മൊമെന്റും അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റ്സും എത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് എത്രമാത്രം നമ്മൾക്ക് ഓരോ ഡേയ്സിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കണം നമ്മളുടെ റൂട്ടീൻ, എങ്ങനെയായിരിക്കണം ഈവൻ നമ്മളുടെ ലോ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഡേയ്സിൽ പോലും നമ്മൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സെഷനിൽ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെഷന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി സെഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു മേജർ 4 ഔട്ട്കംസിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുന്നുണ്ടാവും. ഒന്നെന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് 1 സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ സെഷൻ ലീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ സെഷനിൽ നമ്മൾക്ക് എങ്ങനെ ഒരു സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും അതുപോലെ തന്നെ ഒരു 1 വീക്ക്ലി ആക്ടിവിറ്റി എങ്ങനെ നമ്മൾക്ക് ആ ഗോളിലേക്ക് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും നമുക്കൊരു 1 വീക്ക്ലി ആക്ടിവിറ്റി സെറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബിലീഫ് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്സ് ആയിരിക്കാം. അതിനെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവ് ആക്കി മാറ്റിക്കൊണ്ട് ഒരു പുതിയൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ സെഷനിൽ ലേൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഇസ് വി വിൽ ബി ലുക്കിംഗ് ഓൺ ഹൗ ടു ഡെവലപ്പ് ക്രിയേറ്റ് എ വീക്ക്ലി ടൈം പ്ലാൻ. സോ നമുക്കറിയുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ ആദ്യം മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ഇഗ്നോ ലേണേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂൾസുകളായിരിക്കും. സോ എങ്ങനെയായിരിക്കണം നമ്മുടെ വീക്ക്ലി ടൈം പ്ലാൻ, എങ്ങനെയായിരിക്കും നമുക്ക് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സെഷനിൽ ഗെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡിസൈനിങ് വൺ സ്മോൾ ഈസി ടു ഫോളോ ഹാബിറ്റ്. അതായത് നമ്മൾക്കറിയുന്ന പോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾക്ക് എല്ലാ ഡേയിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിളർ ആയിട്ടുള്ള ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു സ്മോൾ ആയിട്ടുള്ള, അതായത് നമ്മൾക്കറിയാം എല്ലാ ദിവസവും നമുക്ക് വലിയ മോട്ടിവേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടാസ്ക് നമ്മൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അങ്ങനെ ഒരു ഹാബിറ്റ് സെറ്റ് ചെയ്യുന്നുള്ള കാര്യം അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നോക്കുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദി സെഷൻ ഫ്ലോ നോക്കുകയാണെങ്കിൽ വി നോ ദറ്റ് നമ്മുടെ സെഷൻ്റെ ഫ്ലോ ഇനി വരുന്ന അപ്കമിങ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് 90 മിനിറ്റ്സ് ഞാനിപ്പോൾ ഓൾറെഡി ഓവർവ്യൂ തന്നു. എന്താണ് നമ്മുടെ സെഷൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളതും എങ്ങനെയായിരിക്കും ഈ സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരിക്കും, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഓരോരുത്തരും ലേൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ തന്നിരുന്നു. ഈ നെക്സ്റ്റ് 90 മിനിറ്റ്സ് എന്ന് പറയുന്ന സെഷൻ്റെ ഒരു ഓവർഫ്ലോ സെഷൻ്റെ ഫ്ലോ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സോ ഫസ്റ്റ് വൺ ഇസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മാർട്ട് ഗോൾ സെറ്റിംഗ് ആയിരിക്കും. അതായത് നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു സിംപിൾ ആയിട്ടുള്ള ഒരു നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ കാര്യം നമ്മൾ ആദ്യം നോക്കുന്നുണ്ട്. അതിനുശേഷം വി വിൽ ലുക്ക് ഓൺ ടു ദി ഗ്രോത്ത് മൈൻഡ് സെറ്റ് പ്ലസ് സെൽഫ് റെഗുലേഷൻ. അതായത് നമുക്കറിയാം നമ്മളുടെ തോട്ട്സ്, ഇമോഷൻസ്, ഇങ്ങനെയുള്ള ഓരോ ആസ്പെക്ട്സ് ഉണ്ടല്ലേ. സോ ഇതിനെല്ലാത്തിനെയും ആയിരിക്കാം നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് ഇന്നർ തോട്ട്സ് എന്ന് പറഞ്ഞതുപോലെ. സോ അതിനെല്ലാത്തിനെയും നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കിയിട്ട് റീഫ്രെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതിനുശേഷം വി വിൽ മൂവ് ഓൺ ടു ദി നമ്മൾ സെഷന്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ട് മൊമെന്റം ക്ലിനിക് എന്ന് പറയുന്നത്. സോ വി വിൽ എൻ്റർ ഇൻ ടു ദി മൊമെന്റം ക്ലിനിക് വേർ വി വിൽ ബി ലുക്കിംഗ് ഓൺ ടു ദാറ്റ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. സോ വി വിൽ ബി ലുക്കിംഗ് ഓൺ ടു ദാറ്റ് നമുക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് വൈസർ ആയിട്ട് നമുക്ക് എങ്ങനെ എന്തൊക്കെ സ്റ്റഡി സ്ട്രാറ്റജീസ് നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സെഷനിൽ നോക്കുന്നുണ്ട്. അതിനുശേഷം വിൽ ബി ലുക്കിംഗ് ഓൺ ടു ദ ഹാബിറ്റ്സ് ആൻഡ് ഡിസിപ്ലിൻ വർക്ക്ഷോപ്പ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾക്ക് ഓരോ ഡേയിലും എങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള നമ്മളുടെ ഒരു റൊട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹാബിറ്റ്സുകളെ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട്
ആയിട്ട് കൊണ്ടുപോയി നമ്മുടെ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് ടുവേർഡ്സ് ദ ലാസ്റ്റ് ഓഫ് ദ സെഷൻ വിൽ ബി ലുക്കിംഗ് ഓൺ ടു ദി ആക്ഷൻ ടാസ്ക്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ആക്ഷൻ ടാസ്ക് എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും, ബിക്കോസ് വി ഓൾ നോ ദാറ്റ് നമ്മുടെ എല്ലാ സെഷൻസിലും നമ്മൾ ഓൾറെഡി ആക്ഷൻ ടാസ്ക് നോക്കിയതാണ്. സോ നമ്മൾക്ക് എങ്ങനെ നമ്മൾ സെഷന് ശേഷം ഹൗ വി ക്യാൻ അപ്ലൈ, അല്ലെങ്കിൽ പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് എങ്ങനെ വീക്ക്ലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ബേസിസിൽ ഒരു ആക്ഷൻ ടാസ്കും കൂടിയും സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ എന്ന് പറയുന്നത്. സോ ഫോർ ദ ലീഡിംഗ് ദ സെഷൻ വി ഹാവ് ഹംന മാം വിത്ത് ദിസ്. സോ ഓവർ ടു ഹംന മാം. സോ ലിൻസി മാം പറഞ്ഞതുപോലെ നമ്മളൊരു ലാർജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ആക്റ്റീവ് ഇൻ ചാറ്റ് ബോക്സ്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഓഡിബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാറ്റ് ബോക്സ് എപ്പോഴും ആക്റ്റീവ് ആക്കി വെക്കുക. സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ സെഷൻ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹംന. ഐ ആം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. സോ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ഒബ്വിയസും ഒന്നും കൂടെ കോൺക്രീറ്റ് ആയിട്ട് നമ്മളത് ഒന്ന് റീകളക്ട് ചെയ്യുകയും അത് നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ ആ ഒരു സംഗതി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ, സോ എല്ലാവരും റെഡി അല്ലേ? ഷാൽ വി ബിഗിൻ? ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ആരെങ്കിലും ബെഡിൽ കിടന്ന് ഈ ഒരു സെഷൻ കാണുന്നവരോ അല്ലെങ്കിൽ വളരെ പാസീവ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് മുഖമൊക്കെ കഴുകി ഒന്ന് ചെയറിൽ പ്രോപ്പർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ സെഷൻ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഇന്നത്തെ സെഷന്റെ നമ്മളുടെ ടോപ്പിക് എന്താണ്? സ്മാർട്ട് ഗോൾ സെറ്റിംഗ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് സെൽഫ് റെഗുലേഷൻ, ടൈം മാനേജ്മെന്റ്, ഹാബിറ്റ്സ് ആൻഡ് ഡിസിപ്ലിൻ. ഈ എല്ലാ വാക്കുകളും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ വാക്കുകളെ നമ്മുടെ ലൈഫിൽ ഏറ്റവും എഫക്റ്റീവ് ആയ രീതിയിൽ യൂസ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആസ് ലിൻസി മാം ഓൾറെഡി മെൻഷൻ, ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് എ പെൻ ആൻഡ് പേപ്പർ വിത്ത് യു. എല്ലാവരുടെ കയ്യിലും എവിടെന്നെങ്കിലൊക്കെ ഒരു പേപ്പർ കീറിയെടുത്ത് അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ കളയില്ല എന്ന് ഉറപ്പുള്ള, നിങ്ങളുടെ സെഷൻസ് എഴുതുന്ന ഏതെങ്കിലും ബുക്കിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ അങ്ങനെ ആവാം. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് സെഷൻ ആയിട്ട് നിങ്ങൾ കാണാം. സോ ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് ഒന്നും കൂടെ കോൺക്രീറ്റ് അല്ലെങ്കിൽ കൂടുതൽ ദൃഢമാക്കാൻ പോകുന്നത്. ഒന്ന് കൂടുതൽ ക്ലാരിറ്റി വരുത്തുക. എല്ലാവരും പറയും എനിക്ക് പഠിക്കണം എന്ന്. എന്ത് പഠിക്കണം, എങ്ങനെ നമ്മുടെ ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തും, അച്ചീവ് ചെയ്യാൻ ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. സോ ഡിഫൈൻ വാട്ട് യു ആക്ച്വലി വാണ്ട് ഇൻ സിമ്പിൾ ട്രാക്കബിൾ വേസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബിലീഫ്. പലരും ഓരോ കോഴ്സിന്, അത് ഇഗ്നു കോഴ്സ് എന്നല്ല, പലതിനും ജോയിൻ ചെയ്തിട്ട് ഡ്രോപ്പ് ഓഫ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് ഒരിക്കലും അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിയർ മൈൻഡ് സെറ്റ്. സ്വന്തം ബിലീഫ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇടയ്ക്കൊക്കെ എനിക്ക് എന്നെ തന്നെ സംശയം തോന്നുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് പോലും എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആരെ എന്നെ വിശ്വസിക്കുക? ഇന്നിപ്പോ ലേൺ വൈസ് തന്നെ ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയാണ്, 500 പേരുണ്ടോ, എനിക്ക് തോന്നുന്നില്ല ഈ സെഷൻ എടുക്കാൻ പറ്റുന്നു. ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവോ സെഷൻ എടുക്കാൻ? ഒരിക്കലും ഇല്ല. സോ നമുക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. ആൻഡ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ സെൽഫ് കോൺഫിഡൻസ് വേണം. ഓക്കെ, അതിനെന്താണ്? നമ്മൾക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇസ് ബിൽഡിംഗ് റൂട്ടീൻ. അതായത് നമുക്ക് കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓൺ എ ഡെയിലി ബേസിസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾക്കൊരു 5 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് 6ന്റെ അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ചെയ്യുന്ന എമൗണ്ടിലല്ല കാര്യം, ഹൗ ഡു വി ഡു ഇറ്റ് അല്ലെങ്കിൽ വെൻ ഡു വി ഡു ഇറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ കൺസിസ്റ്റൻസി കൊണ്ടുവരാനാണ് നമ്മുടെ ചെറിയ ആക്ഷൻസ് ആയാലും അതിനൊരു റൂട്ടീൻ, നമ്മുടെ ഡെയിലി ഹാബിറ്റിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിനെയാണ് അത് റൂട്ടീൻ ആക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂസ് സ്മോൾ റിപ്പീറ്റബിൾ സിസ്റ്റംസ് ടു സ്റ്റേ കൺസിസ്റ്റന്റ് ഈവൻ ഓൺ ലോ എനർജി ഡേയ്സ്. ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവരെ കാണാം, ആദ്യത്തെ ഒരു 2-3 ഡേയ്സ് കൺസിസ്റ്റന്റ് ആയിരിക്കും, പിന്നെ എന്ത് ചെയ്യും? ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് 2.5 മണിക്കൂർ അങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്യും. ദാറ്റ് ഇസ് ബാഡ് ഫോർ യുവർ ബോഡി. ഓക്കെ, അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആ വേർഡ് നിങ്ങൾ എവിടെയെങ്കിലും ബോൾഡ് ആക്കി എഴുതിയിട്ടോ, ഈ കൺസിസ്റ്റൻസി എന്നുള്ളത്. ഇനി വരുന്ന എല്ലാ സ്ലൈഡിലും ഒരിക്കലെങ്കിലും ഈ കൺസിസ്റ്റൻസി എന്നുള്ള വേർഡ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. സോ ബൈ ദി എൻഡ് ഓഫ് ദ സെഷൻ നമ്മൾ സ്മാർട്ട് ഗോൾസ് എന്താണ് എന്നും അതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് അത് പ്രാക്ടിക്കലി ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കും. ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അത് പറ്റില്ല, അവൻ തോറ്റു അതുകൊണ്ട് ഞാനും തോക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് റീഫ്രെയിം ചെയ്ത് കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമ്മളുടെ ചിന്താ രീതിയെ മാറ്റുക. നെക്സ്റ്റ് ഇസ് ക്രിയേറ്റ് എ വീക്ക്ലി ടൈം പ്ലാൻ.
അത് ഈ സ്മാർട്ട് ഗോളുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സ്മാർട്ട് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി ഡിസൈൻ വൺ സ്മോൾ ഈസി ടു ഫോളോ ഹാബിറ്റ്. നമ്മൾ ഈ ഒരു റൂട്ടീനിലേക്ക്, നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ചെറിയ 1-2 ഹാബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, സോ അഗെയിൻ സെഷൻ ഫ്ലോ എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആദ്യം സ്മാർട്ട് ഗോൾസിനെ കുറിച്ച് സംസാരിക്കാം, അതിനുശേഷം ഗ്രോത്ത് മൈൻഡ് സെറ്റ് പ്ലസ് സെൽഫ് റെഗുലേഷൻ, പിന്നെ ടൈം ആൻഡ് എനർജി ക്ലിനിക്. അതിന് നമ്മളിവിടെ ഇങ്ങനെ ഒരു മൊമെന്റം ക്ലിനിക് എന്നൊരു പേരിട്ടിട്ടുണ്ട്. മൊമെന്റം എന്നതുകൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ മൊമെന്റം എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹാബിറ്റ്സ് ആൻഡ് ഡിസിപ്ലിൻ വർക്ക്ഷോപ്പ്, ആൻഡ് ഫൈനലി ആക്ഷൻ ടാസ്ക് ബ്രീഫ്. സോ എന്താണ് ഈ സ്മാർട്ട് ഗോൾ? വാട്ട് ഇസ് മെന്റ് ബൈ സ്മാർട്ട് ഗോൾ? അതൊരു ആക്രോണിം ആണ്, അഥവാ ഒരു ഷോർട്ട് ഫോം ആണ് ഈ സ്മാർട്ട് എന്നുള്ളത്. ഓക്കെ, സോ 5 കാര്യങ്ങളാണ് ഈ സ്മാർട്ട് ഗോളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സോ എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക്. സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കുക. അതായത് എനിക്കിന്ന് പഠിക്കണം, എന്ത് പഠിക്കണം, അതാണ് സ്പെസിഫിക് ഗോൾ. എനിക്കിന്ന് സൈക്കോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പകുതി പഠിക്കണം, ഇസ് എ സ്പെസിഫിക് ഗോൾ. അതേസമയം എന്താണ്, എനിക്കിന്ന് പഠിക്കണം, എന്തോ പഠിക്കണം. സോ എപ്പോഴും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇവിടെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് ഉള്ളവരുണ്ടാവും, ഹോം മേക്കേഴ്സ് ഉണ്ടാവും, വർക്ക് ചെയ്യുന്നവരുണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ്സ് എടുക്കുന്നവരുണ്ടാവും. സോ എന്ത് ചെയ്യുക, പ്രീ പ്ലാൻ ചെയ്യുക. ബുക്ക് തുറന്നിട്ടല്ല ഇന്ന് ഇതുവരെ പഠിക്കാം എന്നതല്ല, പ്രീ പ്ലാൻ ചെയ്ത് വെക്കുക ഹൗ മച്ച് യു ക്യാൻ സ്റ്റഡി എന്നുള്ളത്. ആൻഡ് ബി സ്പെസിഫിക്, എത്ര വരെയാണ് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ കൂടുതൽ വ്യക്തമാക്കുക. പഠിക്കും, എന്ത് പഠിക്കും എന്നുള്ളത്, എത്ര വരെ പഠിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്പെസിഫിസിറ്റി ഉണ്ടാവുക, കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഇസ് മെഷറബിൾ. പഠിച്ചതിന് ശേഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനെന്ത് വേണം, നമ്മൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കണം. അതിന് എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ SLMൽ തന്നെ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച പാരഗ്രാഫ്, പഠിക്കാൻ പോകുന്ന പാരഗ്രാഫ് പഠിക്കുന്നതിനേക്കാൾ മുമ്പേ അതിന് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, സേ ഇപ്പോ ഒരു 1 പേജിൽ നിന്ന് നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആഫ്റ്റർ സ്റ്റഡിങ് ദാറ്റ് 1 പേജ് അറ്റൻഡ് ദ 5 ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാണ് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ മെഷർ ചെയ്യാം, എത്ര പഠിച്ചു എന്നുള്ളത്. ഇറ്റ്സ് മോർ ഓഫ് ടെസ്റ്റിംഗ്. ഇനി മെഷറിങ്, ഇപ്പോ നിങ്ങൾ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ഒരു 100 പേജ് കവർ ചെയ്യാനുണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ എത്ര വരെ പഠിച്ചെത്തി എന്നുള്ളൊരു മെഷർ നമ്മൾക്ക് വേണ്ടേ. സോ ഒരു വീക്കിൽ 20 പേജസ് കവർ ചെയ്യും എന്നുള്ളൊരു മെഷർ വേണം. അല്ലെങ്കിൽ ഡെയിലി 5 പേജസ് എന്നുള്ളൊരു മെഷർ കീപ്പ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചാപ്റ്റർ വൈസ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, യൂണിറ്റ് വൈസ് ആണെങ്കിൽ അങ്ങനെ വെക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മെഷറബിൾ ആയിരിക്കണം ഗോള്. നിങ്ങൾ എത്ര പഠിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് മെഷർ ചെയ്ത് ഉത്തരം പറയാൻ പറ്റണം. ഓക്കെ, അഥവാ നമ്മൾ അച്ചീവ് ചെയ്ത ഗോളിനെ നമ്മൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് ഇസ് അച്ചീവബിൾ. ഈ സ്മാർട്ട് ഗോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ മന്ത് എൻഡില് ഞാൻ അച്ചീവ് ചെയ്യേണ്ട ഗോൾ ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്റെ പാരന്റ്സോ എന്റെ പാർട്ട്ണറോ ആരും അല്ല. ഓക്കെ, അപ്പൊ എന്താണ്, എന്റെ എബിലിറ്റീസും എന്റെ വീക്ക്നെസ്സും ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തി ആരാണ്? അത് ഞാൻ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ അത് ഒന്ന് ഇരുന്ന് ഒരു ½ an hour മതി ഒന്ന് ആലോചിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ട്രൈ ചെയ്തിട്ട് നടക്കാതെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ട്രൈ ചെയ്യാതെ നടക്കാതെ പോയ കാര്യം ശരിക്കും എഫേർട്ട് എടുത്തിട്ട് നടക്കാതെ പോയതാണോ, അതോ എന്താണ് എബിലിറ്റി ഉണ്ടായിട്ടും എഫേർട്ട് എടുക്കാഞ്ഞിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, ഇൻട്രോസ്പെക്ട് ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ചോദ്യം ചെയ്ത് നിങ്ങളെ കുറിച്ചുള്ള ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഓക്കെ, കാരണം ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും കാപ്പബിലിറ്റി ഉള്ള വ്യക്തി നമ്മൾ തന്നെയാണ്. എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാൻ എനിക്കാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ അച്ചീവബിൾ ആയിരിക്കണം. ഇപ്പോ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് മേ ബി ഒരു ദിവസം ഒരു 70 പേജ് വായിക്കാൻ പറ്റുന്നുണ്ടാവും. ദാറ്റ് ഈസ് ഹെർ എബിലിറ്റി, അല്ലെങ്കിൽ അവളുടെ കപ്പാസിറ്റി ആണത്. മേ ബി എന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 പേജ് ആയിരിക്കും. ഞാൻ മറ്റൊരു വ്യക്തിയുടെ ഗോള് കണ്ട് അത് സെറ്റ് ചെയ്തിട്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം എന്താണ്, നമ്മളുടെ ഹൈറ്റ്, എല്ലാവരുടെയും ഹൈറ്റ് ഡിഫറെന്റ് അല്ലേ, എല്ലാവരുടെയും വെയിറ്റ് ഡിഫറെന്റ് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളുടെ എന്താണ് കോഗ്നിറ്റീവ് കപ്പാസിറ്റീസ്,
നമ്മളുടെ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ സ്പാൻ എല്ലാം ഡിഫറെന്റ് ആണ്. പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. അതെല്ലാം നമുക്ക് ട്രെയിനിങ്ങിലൂടെയും നമ്മുടെ പ്രാക്ടീസിലൂടെയൊക്കെ കുറച്ച് ബെറ്റർ ആക്കാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റും. എന്നിരുന്നാലും നമ്മൾ എന്താണ്, പുറമേ കാണുന്ന വ്യക്തികളെ പോലെ ഉള്ളിലും നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അപ്പൊ അതുകൊണ്ടാണ് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ഫസ്റ്റ് വീക്കിന്റെ ഗോൾസ് ഒക്കെ കുറച്ച് ചെറുതാക്കി വെക്കുക. എന്താണ്, 20 pages a week അങ്ങനെ ആക്കി അത് ലാസ്റ്റ് ഓരോ വീക്ക് ബൈ വീക്ക് നിങ്ങൾക്ക് ആ ഗോൾസിന് വലുതാക്കാം. ആദ്യം തന്നെ 100 pages a week വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് അച്ചീവ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾക്കൊരു നിരാശ വരും. പക്ഷെ അതെന്താണ്, നമ്മൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിലല്ല പ്രശ്നം, നമ്മൾ സെറ്റ് ചെയ്ത ഗോളിന്റെ പ്രശ്നമാണത്. ഓക്കെ, സോ എസ് എ സ്പെസിഫിക്, എം മെഷറബിൾ, എ അച്ചീവബിൾ. നെക്സ്റ്റ് ഇസ് ആർ റെലവെന്റ്. അതായത് നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന ഗോൾ നമ്മൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിവിടെ ഇഗ്നു കോഴ്സ് ചെയ്യുന്നവരാണ്. സോ നമ്മളുടെ ഈ ഒരു ഇഗ്നു ഡിസ്റ്റൻസ് കോഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഗോൾസ് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാം വരുന്നുണ്ട്. അപ്പൊ എന്താണ്, ഞാൻ ഈ മാസം 3 ആർട്ട് വർക്ക് ചെയ്യണം എന്നൊരു ഗോള് വെക്കുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല, ദറ്റ്സ് നോട്ട് റെലവെന്റ്. നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമേ അല്ല അത്. മറിച്ച് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഗോൾസ് എങ്ങനത്തെയാണ്, ബൈ എൻഡ് ഓഫ് ദിസ് മന്ത് ഞാൻ 4 യൂണിറ്റ്സ് തറോ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ എന്താണ്, നമ്മളുടെ ഗോളിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തിലാണോ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുമായി റെലവെന്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കണം നമ്മുടെ ഗോൾസ്. ആൻഡ് ഫൈനലി ടൈം ബൗണ്ട് ആയിരിക്കണം. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താണ്, ഡെഡ് ലൈൻസ് വെക്കണം. ഞാൻ 8 പേജ് പഠിക്കും, എപ്പോ, അത് എപ്പോൾ, വാട്ട് ഇസ് ദ ഡെഡ് ലൈൻ ഫോർ ദാറ്റ്? എനിക്ക് ഇഗ്നുവിന്റെ അസൈൻമെന്റ് സബ്മിഷൻ ഉണ്ട്. അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് മേ ബി July 30 ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഡേറ്റ് എന്താണ്, July 20. നമ്മളായിട്ട് ഡെഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ എന്താണ്, അത് നമ്മളായിട്ട് ഫുൾഫില്ല് ചെയ്യാൻ വേണം. ഓക്കെ, അതൊരു ഹാബിറ്റ് ആക്കി കൊണ്ടുവരാം. സ്മാർട്ട് ഗോൾസ് വേണമെങ്കിൽ നമുക്കൊന്ന് ഡെയിലി ബേസിസ് വെക്കാം, വീക്ക്ലി ബേസിസ് വെക്കാം, 3 ഡേയ്സിന് ഒരു സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യാം, ലൈക്ക് ഷോർട്ട് ടേം ഗോൾസ് ആൻഡ് ലോങ് ടേം ഗോൾസ്. ഓക്കെ, ഡെയിലി ബേസിസിൽ എന്താണ്, എത്ര ടയർഡ് ആണെങ്കിലും ഒരു 10 minutes എങ്കിലും ഞാൻ എന്റെ ഇഗ്നു കോഴ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം എന്നിങ്ങനെ ഡെയിലി ബേസിസിൽ ഗോൾസ് വെക്കാം. ഒരു 3 days ഗ്യാപ്പിൽ ഗോൾസ് വെക്കാം, വീക്ക്ലി ബേസിസിൽ വെക്കാം. ആൻഡ് എന്ത് ചെയ്യണം, ഈ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഹാബിറ്റ് ആക്കണം. പലരും എന്ത് ചെയ്യും, ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യും, സ്മാർട്ട് ഗോൾസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാക്കും. പക്ഷെ അത് അച്ചീവ് ചെയ്യുന്നതിൽ ഇന്ന് പോട്ടെ, നാളെ തൊട്ട് തുടങ്ങാം. പലരും ഡയറ്റ് തുടങ്ങാൻ വെക്കുന്ന പോലെയാവും, ഇന്നും കൂടെ മധുരം കഴിക്കാം, നാളെ തൊട്ട് ഷുഗർ. അങ്ങനെ ആവരുത്. ഓക്കെ, വൺസ് യു സെറ്റ് ദ ഗോൾ, മേക്ക് ഷുവർ യു അച്ചീവ് ഇറ്റ്. നിങ്ങൾ നാളെ തൊട്ട് തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ന് തൊട്ടാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്ന് തൊട്ട്, ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന അന്ന് തൊട്ട് തന്നെ നിങ്ങൾ ഇത് അച്ചീവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അധികം ആൾക്കാരോടും സ്മാർട്ട് ഗോൾസ് ചോദിക്കുമ്പോൾ ഗോൾസ് പറയാറുണ്ട്, ബട്ട് പ്രോബ്ലം വരെ ഇത് അച്ചീവ് ചെയ്തു എന്നുള്ളതിലാണ്. അതുകൊണ്ടാണ് ഈ SMART A സ്റ്റാൻഡ്സ് ഫോർ അച്ചീവബിൾ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ സ്മാർട്ട് ഗോൾസിന്റെ 2-3 എക്സാമ്പിൾസും കൂടെ പറഞ്ഞിട്ട് നമ്മൾക്ക് അടുത്തതിലേക്ക് പോവാം കേട്ടോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ നോർമൽ ഗോൾ ആൻഡ് എ സ്മാർട്ട് ഗോൾ? അതായത് ഒരു ലേണർ പറയാണ്, എനിക്ക് പഠിക്കണം, എനിക്ക് മുഴുവൻ പഠിക്കണം എന്ന് പറയുന്നതും എന്താണ്, ഞാൻ 4 യൂണിറ്റ് എന്താണ് എന്റെ ഒരു സബ്ജക്ട് പേപ്പറിൽ നിന്നും 4 യൂണിറ്റ് മറ്റൊരു സബ്ജക്ട് പേപ്പറിലെയും ഈ സൺഡേ നൈറ്റിന് മുമ്പ് തീർക്കും. അതൊരു സ്മാർട്ട് ഗോൾ ആണ്. ഈ സ്മാർട്ട് ഗോളിനെ നമ്മൾക്ക് എങ്ങനെ ഒന്നുകൂടെ സ്മാർട്ടർ ഗോൾ ആക്കാൻ പറ്റും? ഇപ്പൊ എന്താണ്, ഞാനൊരു വീക്ക്ലി ഗോളാ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്നൊരു ട്യൂസ്ഡേ ആണ് അല്ലെ, അപ്പൊ അടുത്ത ട്യൂസ്ഡേക്കുള്ളില് എന്താണ്, പേപ്പർ കോഡ് 104 3 യൂണിറ്റ്സും പേപ്പർ കോഡ് ഒരു 106 4 യൂണിറ്റ്സും അടുത്ത ട്യൂസ്ഡേക്കുള്ളിൽ തീർക്കും എന്ന് ഞാൻ വെക്കുകയാണ്. ഓക്കെ, ദാറ്റ്സ് എ സ്മാർട്ട് ഗോൾ. ഇനി അതിനെ എങ്ങനെ സ്മാർട്ടർ ആക്കാം? ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ 20 pages കവർ ചെയ്യും എന്ന് കൂടെ വെക്കുമ്പോൾ എന്താ, അത് കൂടുതൽ സ്പെസിഫിക് ആയില്ലേ? അടുത്ത ആഴ്ചക്കുള്ളിൽ അറൌണ്ട് 7 or 8 യൂണിറ്റ്സ് കവർ ചെയ്യാനുണ്ട്. പെർ ഡേ ഞാൻ 20 pages കവർ ചെയ്യണം. ഓക്കെ, അതിനെ ഇനിയും എങ്ങനെ സ്മാർട്ടർ ആക്കാം? ഫുൾ ഡേ പഠിക്കാൻ ടൈം കിട്ടുന്നവരാണ്, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോ ഒരു എക്സാമ്പിൾ വെക്കാം. ഓക്കെ, നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ ഒരാൾ വരികയാണ്, വർക്കിംഗ് ടൈം ഇസ് ബിറ്റ്വീൻ 9 PM to 6 AM ആണ് വർക്കിംഗ് ടൈം എന്ന് കരുതാം. ഓക്കെ,
അയാൾ 6 AM വന്ന് കിടന്നു. 7, 8, 9, 10, 11, 12 ഒരു 1 o'clock വരെ എന്താണ് റെസ്റ്റ് എടുത്തു. കാരണം നൈറ്റ് ഷിഫ്റ്റിന് പോയ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഉറങ്ങണം. ഓക്കെ, 1-ന് എണീറ്റു, പിന്നെ ഫ്രഷനിങ് അപ്പ്, ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഒരു 2 to 4 എന്താണ് SLM വായിക്കാൻ മാറ്റിവെച്ചു. 4 to 4:30 ബ്രേക്ക്. 5 to 7 എന്ത് ചെയ്തു? ലേൺ വൈസൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ മാറ്റിവെച്ചു. അപ്പൊ എന്തായി? നമ്മുടെ ഗോൾസ് വീണ്ടും സ്മാർട്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. The more specific you are, the more smarter your goal is. Okay. സോ ക്ലിയർ ആയില്ലേ? എക്സാമ്പിളും ക്ലിയർ ആയില്ലേ? കാരണം ഇവിടെ ഓരോ സബ്ജക്ട് എടുത്ത് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ എല്ലാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ള ആൾക്കാരുണ്ട്. ബട്ട് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ആളായാലും ഏത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാരായാലും ഇത് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഇതിങ്ങനെ വെറുതെ എവിടെ നിന്നോ നോക്കിയെടുത്ത് പറയുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ വെരി വെൽ ഒരുപാട് റിസർച്ച് പേപ്പേഴ്സിൽ ഇത് നമ്മളുടെ ഡെവലപ്മെന്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്ന് വെരി വെൽ പ്രൂവൺ മെത്തേഡ് ആണ് ഈ സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അധികം ആൾക്കാരും എന്താ പറയാ, എനിക്ക് ഇക്കൊല്ലം ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇക്കൊല്ലത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PhD ലിസ്റ്റിൽ പേര് വരണം. പക്ഷെ അതെന്റെ കൺട്രോളിലുള്ള കാര്യമാണോ? ലിസ്റ്റിൽ എന്റെ പേര് വരുത്തുക എന്നുള്ളത് എന്റെ കൺട്രോളിലാണോ? വെരി ഡയറക്ട്ലി മേ ബി നോ. പക്ഷെ എന്താണ് എന്റെ കൺട്രോളിലുള്ള കാര്യം? എന്റെ ബെസ്റ്റ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എന്റെ കാര്യം. ലിസ്റ്റിൽ പേര് വരുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി, അല്ലെങ്കിൽ അതെന്റെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് HODയുടെ ഒക്കെ തീരുമാനമാണ്. ലിസ്റ്റിൽ എന്റെ പേര് വരുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഡിസിഷൻ ആണ്. അല്ലെങ്കിൽ എന്താണ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ ആണ്. എന്റെ കൺട്രോളിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ഔട്ട് ഓഫ് മൈ കൺട്രോൾ അല്ലെങ്കിൽ ഔട്ട് ഓഫ് മൈ ഹാൻഡ്സ് ആണ്. പക്ഷെ എന്റെ ഹാൻഡ്സിന്റെ ഉള്ളിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ഡെയിലി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, മാക്സിമം റിസോഴ്സസ് കളക്ട് ചെയ്ത് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് ആരുടെ കൺട്രോളിൽ വരും? അത് എന്റെ കൺട്രോളിൽ വരും. ഇപ്പൊ യൂണിവേഴ്സിറ്റി HODക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മളുടെ ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു മെഷറിനെ മാറ്റുക. ഫോർ എക്സാമ്പിൾ, ലാഗ് മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ എന്റെ പേര് വേണം, അതൊരു ലാഗ് മെഷറാണ്. മറിച്ച് എന്താണ്? ഞാൻ ആ ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടി എന്റെ പരമാവധി ശ്രമിക്കും എന്ന് ഉള്ളതും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നത് എന്താണ്? ഞാൻ എടുക്കുന്ന എന്റെ എഫേർട്ട്, അത് ലീഡ് മെഷറാണ്. സോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ലീഡ് മെഷേഴ്സിലാണ്. കാരണം മറ്റേത് വെരി ഡയറക്ട്ലി നമ്മളുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്രാവശ്യത്തെ ടേം ആൻഡ് എക്സാമ്പിൾ 90% മാർക്ക് വേണം. മാർക്ക് അവര് തരുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കൺട്രോൾ ആണ്. ഓക്കെ, ഇൻവിജിലേറ്ററിന്റെ കൺട്രോളുള്ള കാര്യമാണ്. പക്ഷെ എന്താണ് നമ്മുടെ കൺട്രോൾ ഉള്ള കാര്യം? എന്താ? 90% മാർക്ക് കിട്ടുന്ന ലെവലിൽ പഠിക്കുക എന്നതാണ് നമ്മളുടെ എഫേർട്ട്. ഓക്കെ, സോ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം? ഈ ലീഡ് മെഷേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മളുടെ ഓരോ ലാഗ് മെഷേഴ്സിനെ എങ്ങനെ ലീഡ് മെഷേഴ്സ് ആക്കാം എന്നുള്ള ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഫൈനൽ ടേം ആൻഡ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് 70% മാർക്ക് വേണം എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ലീഡ് മെഷർ എന്താണ്? നമ്മളുടെ കൺട്രോളിലുള്ള ആക്ഷൻ എന്താണ്? ഓരോ വീക്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന യൂണിറ്റ്സിന്റെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഡെപ്ത് കൂട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് IGNOU TMA ഗ്രേഡ്. അതായത് TMA എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റിന് പറയുന്നതാണ് കേട്ടോ. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്, അതാണ് TMA. IGNOU TMA ഗ്രേഡ്. അപ്പൊ എന്താണ്? നമ്പർ ഓഫ് TMA ആൻസേഴ്സ് ഡ്രാഫ്റ്റഡ് പെർ വീക്ക്. ഓരോ ആഴ്ചയിൽ നമ്മൾ ചെയ്തിട്ടുള്ള അസൈൻമെന്റ് ആൻസേഴ്സിന്റെ എണ്ണം കൂട്ടുക, അതിന്റെ ക്ലാരിറ്റി, ആ ഡ്രാഫ്റ്റിംഗിന്റെ ക്ലാരിറ്റി കൂട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഫൈനൽ ഇന്റേൺഷിപ്പ് ഓഫർ. ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഇന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കമ്പനിയിൽ തന്നെ ഇന്റേൺഷിപ്പ് കിട്ടണം. നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണോ? നോ. നമുക്ക് എന്താ കൺട്രോൾ ചെയ്യാൻ പറ്റുക? നല്ലൊരു ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ മെയിൽ വഴി സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു മെയിൽ ഫ്രെയിം ചെയ്ത് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലീഡ് മെഷർ. നെക്സ്റ്റ് ഇസ് ജോബ് പ്ലേസ്മെന്റ്. ഞാൻ ഇന്ന സ്ഥലത്തേ വർക്ക് ചെയ്യുള്ളൂ, ഔട്ട് ഓഫ് എ കൺട്രോൾ. മറിച്ച് എന്താണ്? ഇന്റർവ്യൂസ് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാം. ആ ഒരു കമ്പനിയിൽ നടന്നിട്ടുള്ള പ്രീവിയസ് ഇന്റർവ്യൂസ് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു സ്റ്റഡി നടത്തി അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഐ വോണ്ട് ടു ബി കോൺഫിഡന്റ് എന്ന് പലരും പറയും. ബട്ട് ഹൗ ടു ബി കോൺഫിഡന്റ്? നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് നല്ല പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ, ഇഫ് ഐ ആം നോളജബിൾ അബൌട്ട് ഇറ്റ്,
എന്താണ് ആ ഒരു കോൺഫിഡൻസ് തനിയെ വരും. ഇപ്പോ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വരുന്ന ഇപ്പൊ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വരുന്നതിന് മുമ്പ്, ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ ഇത്രയും ജോളിയായിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മൈ കോൺഫിഡൻസ് കെയിം ബിക്കോസ് എന്താണ്, ദ എഫേർട്ട് ഐ ടുക്ക് ബിഫോർ ദ സെഷൻ. ഈ നിങ്ങളുടെ ഇത്രയും 438 പാർട്ടിസിപ്പൻസ് ഇസ് നോട്ട് ചെറിയ നമ്പർ ഓഫ് ആൾക്കാരല്ല. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കുന്നതിന് മുമ്പ് എന്താ ആ ഒരു കോൺഫിഡൻസ് വന്നത് ഇസ് ബിക്കോസ് ദ നമ്പർ ഓഫ് hours ഐ പ്രിപ്പയർ ഫോർ ദ സെഷൻ. ഓക്കെ, അപ്പോ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ കൂടുതൽ ചിന്തിക്കുന്നതിനേക്കാൾ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന് ആലോചിച്ച് ആ എഫേർട്ട് നമ്മൾ ഇടുക. ഓക്കെ, സോ കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ യുവർ ലീഡ് മെഷേഴ്സ് എന്ത് ചെയ്യും, നമ്മളുടെ സ്ട്രെസ്സിനെ ഒരു പരിധി വരെ കുറക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ നമ്മൾ ചെയ്യുന്ന എഫേർട്സിൽ നമ്മൾക്ക് കൂടുതൽ സിൻസിയർ ആവുകയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് നമ്മൾക്ക് കൊണ്ടുപോകാനും സാധിക്കും. സോ ഈ ലാഗ് മെഷർ ആൻഡ് ലീഡ് മെഷർ ഇത് ആൻഡ് ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം എന്നില്ല, ബട്ട് ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആവുക. ഓക്കെ, ടു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് സെൽഫ് റെഗുലേഷൻ, അതായത് നമ്മൾ ഈ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിനെ എങ്ങനെ നമുക്ക് മാറ്റി അതിനെ ഒരു പോസിറ്റീവ് സ്ട്രക്ചറിങ്ങിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം. സോ ബിഫോർ ദാറ്റ് ജസ്റ്റ് സംതിങ്, ഒരു പുസ്തകമുണ്ട്, പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ്, ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ജോസഫ് മർഫി എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകമുണ്ട്. അത് വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. ഓക്കെ, ഒരുപാട് മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റുപോയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ഒരു ബേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ തോട്ട് എന്താണോ അതാണ് നമ്മൾ. ഇഫ് ഐ എം തിങ്കിങ് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ എന്താണ്, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം ഞാൻ ഉള്ളിൽ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എത്ര നല്ല കോച്ചിങ് സെന്ററിൽ പോയിട്ടും കാര്യമില്ല. ഓക്കെ, സോ വാട്ട് വി തിങ്ക് എന്നുള്ളത് നമ്മൾ നിരന്തരം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിനെ അത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ ഒരു കോംപ്ലെക്സ് സ്ട്രക്ചറാണ്. ഒരുപാട് ന്യൂറോൺസും ഒരുപാട് നെറ്റ്വർക്ക്സ് ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് ആണത്. അപ്പൊ നമ്മളുടെ തിങ്കിങ് ഒക്കെ നമ്മളുടെ ബ്രെയിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ എന്താ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക അങ്ങനെയൊന്നുമല്ല. നമ്മൾ മനുഷ്യന്മാരാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ്, നമ്മൾക്ക് വരുന്ന ഡൗൺസിനെയൊക്കെ എങ്ങനെ നമ്മൾ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നു എന്നിടത്താണ് കാര്യം. ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് സെൽഫ് റെഗുലേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഓക്കെ, സോ ബിഫോർ ദാറ്റ്, ചില ദിവസം ഓൺ എ ഡെയിലി ബേസിസ് പഠിക്കുന്ന ആളായിരിക്കും. ബട്ട് ചില ദിവസം നമ്മൾ പഠിക്കാനിരിക്കുമ്പോ എന്താ, മേ ബി നമ്മൾക്ക് ആ ഒരു മൂഡ് വരില്ല, അല്ലെങ്കിൽ അന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില ദിവസങ്ങൾ നമ്മൾ വളരെ ലോ ആയിരിക്കും, ചില ദിവസങ്ങൾ നമ്മൾ വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അതെന്താ, നമ്മുടെ കാലാവസ്ഥയിൽ കണ്ടിട്ടില്ല, ഒരു ദിവസം മഴയായിരിക്കും, നെക്സ്റ്റ് ഡേ വെയിലായിരിക്കും. അത് ബൈ നേച്ചർ അങ്ങനെയാണ് പല കാര്യങ്ങളും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോ മൂഡ് ഡൗൺ ആയാലും അപ്പൊ തന്നെ നമ്മൾ ഓക്കെ ആവണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ മാറ്റുന്നത്, അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ സ്ഥിരമായി ചിന്തിക്കുന്ന ചെറിയ നെഗറ്റീവ് സംഗതികൾ ഉണ്ടാവും. ഓ, ഈ പ്രായത്തിൽ ഇപ്പൊ ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്റെ ഈ ജോലി സമയവും കഴിഞ്ഞ് വന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള നമ്മൾ തന്നെ നമ്മളെ ഡെയിലി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് എങ്ങനെയൊന്ന് പോസിറ്റീവ് ആക്കി എടുക്കാം എന്നുള്ളതാണ്. മനുഷ്യന്മാരാണ്, പ്രോബ്ലംസ് ഇല്ലാത്തൊരു സ്റ്റേറ്റ് വരില്ല. ആരുടെയോ പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആരുടെയാന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു മനുഷ്യന് പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് മരണം ആണ്. അതല്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, ഒരു പ്രോബ്ലം മാറി എപ്പോഴാ അടുത്ത പ്രോബ്ലം വരുമ്പോ. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, അപ്പോ പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റിനെ അല്ല നമ്മൾ പോസിറ്റിവിറ്റി, ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത്. പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റിനെ അല്ല. നമ്മൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു, നമ്മൾ എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നോട്ട് വെരി ബാഡ്, ഒരു എവറസ്റ്റ് ഉണ്ട്, അതായത് ആർട്ടിഫിഷ്യൽ ലിംസ് വെച്ചിട്ട് ഷി ഓൾമോസ്റ്റ് ക്ലൈംഡ് എവറസ്റ്റ്. അതൊക്കെ എന്താണ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. അപ്പോഴും എന്തായിരുന്നു, ആ ഒരു വ്യക്തിക്ക് കാലില്ല, ഇനി ഞാൻ എങ്ങനെ ഈ ദൗത്യം തീർക്കുമെന്ന് ആലോചിക്കായിരുന്നു. നോ, ദാറ്റ്സ് ഹെർ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഓക്കെ, സോ യാ, ഇവിടെ രണ്ട് തരത്തിലുള്ള തോട്ട്സ് കൊടുത്തിരിക്കുന്ന കാണാം, ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റും ഒരു ഗ്രോത്ത് റീഫ്രെയിമും. കാരോൾ ഡ്വെക്ക് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് രണ്ട് രീതിയിൽ നമ്മളുടെ മൈൻഡ് സെറ്റിനെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ്.
ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഭയങ്കര റിജിഡ് ആണ്, വാശിയാണ്. ഓ, എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക പോലും ഇല്ല. അത്തരത്തിലുള്ള ആൾക്കാരുടെ ലൈഫ് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പഠന കാര്യത്തിൽ എന്നല്ല, പൊതുവെ പേഴ്സണൽ മാറ്റേഴ്സിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ. കാരണം എന്താ? അവർ ഭയങ്കര റിജിഡ് ആണ്. എനിക്ക് പണ്ടേ എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് പണ്ടേ സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പറ്റില്ല. എന്താണ്? നമ്മളുടെ അവസ്ഥകളൊന്നും മാറില്ല. പണ്ട് എങ്ങനെയാണോ അത് അതുപോലെ ആയിരിക്കും. ഭയങ്കര ഫിക്സഡ് ആണ് കാര്യങ്ങൾ, ഒന്നിനും ഒരു മാറ്റം ഉണ്ടാവില്ല എന്നായിരിക്കും അവരുടെ ഒരു ബേസിക് വിശ്വാസം, അല്ലെങ്കിൽ അവരുടെ ഒരു ബിലീഫ് സിസ്റ്റം അങ്ങനെയായിരിക്കും. ഓക്കെ, നമ്മൾക്കത് വേണ്ട. പലരും പറയുന്ന കേട്ടിട്ടോ, ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് എന്നുള്ളത്. ബട്ട് സൈക്കോളജിക്കലി ശരിക്കും ഒരാൾക്ക് ഒരു പുതിയ ഹാബിറ്റ് ഫോർമേഷന് 21 ഡേയ്സ് മതി. നമുക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 30 ഡേയ്സ് ഒക്കെ നമ്മളൊരു കാര്യം, ഒരു സിമ്പിൾ ടാസ്ക് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾക്കത് വളരെ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോ 25-30 ഇയേഴ്സ് ഒക്കെ ആൽക്കഹോൾ യൂസ് ചെയ്ത് ആൽക്കഹോൾ അഡിക്ട്സ് ആൽക്കഹോൾ കൺസംഷൻ നിർത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? മറ്റേ ഞാൻ പണ്ട് 30 വർഷമായിട്ട് മദ്യപിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് വേ. സോ ചേഞ്ച് ഇസ് ഓൾവേസ് പോസിബിൾ. പക്ഷെ അത് പോസിബിൾ ആവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് വിചാരിക്കണം. എനിക്കൊക്കെ ഇപ്പൊ നിങ്ങളോട് ചേഞ്ച് ചെയ്യാൻ പോസിബിൾ ആണ്, ചേഞ്ച് ചെയ്യാനുള്ള ടെക്നിക്സ് പറഞ്ഞുതരാൻ പറ്റും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മെന്റേഴ്സിന് നിങ്ങളുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഓരോ സ്റ്റെപ്സും മോണിറ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പറയാ, ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു സംഭവം ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡോർ ഓപ്പൺ ആവുന്നത് വരെ എനിക്ക് പുറത്തു നിന്ന് എത്ര നോക്ക് ചെയ്യാൻ പറ്റും അത്രയും എനിക്ക് നോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വൺസ് ആ ഒരു ഡോർ നോബ് തിരിക്കാന്നുള്ള പ്രോസസ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തള്ളി തുറന്നു തരാനും പറ്റും. പക്ഷെ ആ ഒരു ഡോർ നോബ് തുറക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് അല്ലേ, അതെന്താണ്? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. മുട്ടാൻ പറ്റും. ദാറ്റ് ഇസ് ഐ ക്യാൻ മോട്ടിവേറ്റ് യു, യുവർ മെന്റേഴ്സ് ക്യാൻ മോട്ടിവേറ്റ് യു. ഇപ്പൊ ഇതുപോലത്തെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നൊക്കെ എന്താ, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത്തരത്തിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ നീഡ് നിങ്ങളെ അവെയർ ആക്കി തരാൻ പറ്റും. ബട്ട് എന്താണ്, നിങ്ങൾ അത് റിയലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ ആ ചേഞ്ചിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ചേഞ്ച് ചെയ്യാനുള്ള വില്ലിങ്നെസ് അല്ലെങ്കിൽ റെഡിനെസ്, അതായത് ഒരു ഓക്കെ ശരിയാണ്, ഞാൻ ഇത്രയും ദിവസം ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ നാളെ തൊട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഓക്കെ, ഇനി നമ്മളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഇത്രയും എഫക്റ്റീവ് ആവുന്നതെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെരി സയന്റിഫിക് പ്രൂഫും കൂടെ ഞാൻ തരാം. ക്യാൻസർ പേഷ്യൻസ്, അല്ലെ, ക്യാൻസർ മാരകമായ രോഗമാണ്. ഇന്ന് എന്താ പറയാ, മെഡിക്കൽ സയൻസിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഓങ്കോളജി അഥവാ ഈ ക്യാൻസർ വിഭാഗം എന്ന് പറയുന്നത്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവര് സ്റ്റേജ് 4 നിന്നും, നമ്മൾ ക്യാൻസറിന്റെ സ്റ്റേജ് 4 എന്ന് പൊതുവെ പറയുന്നത് എന്താണ്, ഈ ഒരു മിറാക്കിൾ ഒന്നും സംഭവിക്കാനില്ല എന്നൊക്കെ ഉള്ള സ്റ്റേജ് ആണ്. പക്ഷെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് സ്റ്റേജ് 4 നിന്ന് റീകവർ ആവുന്ന ആൾക്കാർ. അല്ലെങ്കിൽ കൂടുതൽ എന്താണ്, ക്യാൻസർ പേഷ്യൻസിൽ കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാവുന്നത്, പ്രോഗ്രസ് ഇൻ ദ സെൻസ് ഹീലിംഗിൽ പ്രോഗ്രസ് ഉണ്ടാവുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പുറമെ എത്ര മെഡിസിൻ ചെയ്താലും ഈ രോഗം മാറി ഞാൻ പഴയ അവസ്ഥയിൽ എത്തും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസവും കോൺഫിഡൻസും ഉള്ളവരിലാണ് ആ മരുന്ന് കൂടുതൽ വലിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും പവർഫുൾ ആണ് നമ്മളുടെയൊക്കെ ഈ തലയുടെ ഉള്ളിൽ ഇരിക്കുന്ന സംഗതി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിച്ചാണോ അതിനെ ഫീഡ് ചെയ്യുന്നത്, അതുപോലെയാണ് ഇത് വർക്ക് ചെയ്യുക. വി ആർ ദ മാസ്റ്റർ ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ചിന്തകളെ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തിയാൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഫിക്സഡ് തോട്ടിനെ എങ്ങനെ ഒരു ഗ്രോത്ത് ഫ്രെയിമിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം. ഐ എം ബാഡ് അറ്റ് സ്റ്റഡീസ് എന്നാണ് ഇപ്പോ എന്താ പറയാ, നിങ്ങളുടെ മേ ബി ഫസ്റ്റ് ഒരു ടേമിന്റെ എക്സാം കഴിഞ്ഞാണോ, നിങ്ങൾ അതിലൊരു പേപ്പറിൽ ഫെയിൽ ആയി കാണും, 1-2 പേപ്പറിൽ ഫെയിൽ ആയി കാണും. ദാറ്റ് ഡസന്റ് മീൻ യു ആർ ബാഡ് അറ്റ്. അതിന്റെ ഒരു ഗ്രോത്ത് റീഫ്രെയിം എന്താണ്? ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എന്റെ സ്റ്റഡി മെത്തേഡിൽ എവിടെയോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. സോ ഐ സ്റ്റാർട്ട് വിത്ത് 1 PYQ പ്ലസ് റീക്യാപ്പ് വീഡിയോ. അങ്ങനെ ഇപ്രാവശ്യം തൊട്ട് പഠിച്ചു നോക്കാം. നെക്സ്റ്റ് ഫിക്സഡ് തോട്ട് ക്യാൻ ബി ഐ കാൺട്ട് ഫിനിഷ് മൈ TMA ഓൺ ടൈം. അല്ലെങ്കിൽ എനിക്ക് എന്റെ അസൈൻമെന്റ് കൃത്യസമയത്ത് തീർക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർ എന്ത് ചെയ്യും? അവർ അസൈൻമെന്റ് എഴുതി തീർക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുക പോലും ഇല്ല. ട്രൈ ചെയ്യുക പോലും ഇല്ലെങ്കിൽ എന്താണ്, അത് നടക്കുകയില്ല. ഓക്കെ, ഐ ഡ്രാഫ്റ്റ് 2 answers today, 2 tomorrow. അങ്ങനെ ചെയ്തു നോക്കാം. കഴിയുകയാണെങ്കിൽ കഴിയട്ടെ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ബെറ്റർ മൈൻഡ് സെറ്റ് ദാൻ എന്തായാലും ഇത് ചെയ്താൽ കഴിയില്ല എന്ന് കരുതുന്നതിനേക്കാൾ ഓക്കെ 2 answers പെർ ഡേ തൊട്ട് ഇന്ന് തൊട്ട് എഴുതി നോക്കാം. വാട്ട് ഇഫ് ഇറ്റ് ഗെറ്റ്സ് ഓവർ, അതായത്
വാട്ട് ഇഫ് ഐ ഫീൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, വാട്ട് ഇഫ് ഐ പാസ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതായത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്കും ഉണ്ടാവാം അങ്ങനത്തെ ഫ്രണ്ട്സ്. ഒന്നും എഴുതാതെ ഒന്നും പഠിക്കാതെ വന്നിട്ട് ഞാൻ എഴുതിയിട്ട് എന്തായാലും കാര്യമില്ല, തോക്കും എന്ന് പറയുന്നവരുണ്ടാവും. അതേപോലെ ഒന്നും പഠിക്കാതെ വന്നിട്ട് എഴുതി നോക്കാം, എങ്ങാൻ പാസ്സായാലോ എന്ന് പറയുന്നവരുണ്ടാവും. അതായത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നും പഠിക്കാതെ പോയി എക്സാം എഴുതാനല്ല, ജസ്റ്റ് ആ ഒരു മൈൻഡ് സെറ്റ് ഡിഫറൻസ് പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞു പല ഡിഫറെന്റ് ഡ്യൂട്ടി ഷിഫ്റ്റുകൾ ഉള്ളവരുണ്ടാവും, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്, ഡിഫറെന്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ എന്താണ്, മൈ ഷിഫ്റ്റ് റൂയിൻസ് മൈ സ്റ്റഡി ടൈം, അല്ലെങ്കിൽ മൈ ജോബ് ഇസ് റൂയിനിങ് മൈ സ്റ്റഡി ടൈം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ എന്താണ്, നമ്മളുടെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ജോബ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല, ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ എന്താണ്, നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, നമ്മളുടെ എന്താ പറയാ കൺട്രോളിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അപ്പൊ അത് വിട്ടേക്കുക, മറിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്താണ്, ഓക്കെ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടെ ലൈറ്റർ ടാസ്കുകൾ ചെയ്യാം, വീക്കെൻഡ്സിൽ കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ളതിലേക്ക് പോവാം. അതായത് ഹോളിഡേസ് കൂടുതൽ ടഫ് ആയിട്ടുള്ളത് ചെയ്യാം, വർക്ക് ഉള്ള ദിവസം കുറച്ചുകൂടെ ലൈറ്റർ ടാസ്കുകൾ ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഐ കീപ് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് ഓൺ മൈ ഫോൺ. പഠിക്കാനിരുന്നിട്ട് കാര്യമില്ല, ഫോണിൽ കുത്തിത്തോണ്ടിയിരിക്കും. ദിസ് ഇസ് എ വെരി കോമൺ തിങ്. ബീങ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ അഡിക്ഷൻ ഇത് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു 4 years തൊട്ട് അറൌണ്ട് 65 years വരെയുള്ള ആൾക്കാർ വരും വിത്ത് ദ സെയിം പ്രോബ്ലം. എന്താണ്, ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ. അതായത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള സമയത്തും എന്താണ്, നമ്മൾ നമ്മുടെ അധിക നേരം ഫോണിൽ ആയി പോവാണ്. അപ്പൊ അതിന് ചെയ്യാൻ പറ്റിയത് ദർ ഇസ് സംതിങ് കോൾഡ് ഫോക്കസ് മോഡ് ഇൻ യുവർ ഫോൺ. അതായത് നമ്മൾക്ക് ഒരു ആപ്പ് മാത്രമേ ആ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസിന് ടൈമർ കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ യൂട്യൂബ് 1 hour, അപ്പൊ ആ ഡെയിലി ആ 1 hour കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് എന്ന ആപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ്, ഏതൊക്കെ ആപ്പിനാണോ നിങ്ങൾക്ക് അങ്ങനെ ടൈമർ കീപ്പ് ചെയ്യേണ്ടത് അത് കീപ്പ് ചെയ്യാം. ലൈക് ബീങ് ഇൻ ദിസ് കറന്റ് വേൾഡ് സിറ്റുവേഷനിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നൊരു കംപ്ലീറ്റ്ലി അവേ ആവുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. ഞാൻ അത് പറയേയില്ല, കാരണം നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയുന്നത് സോഷ്യൽ മീഡിയ എന്നാണ്. ഞാനൊരു എക്സാം പ്രിപ്പറേഷന് വേണ്ടി കുറച്ചാളും മാറി നിന്നപ്പോ ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഏലിയൻ ഫീൽ ആയിരുന്നു. കാരണം ലോകത്ത് നടക്കുന്ന പലതും ഞാൻ അറിയുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ ഓരോ ആപ്പിന് ടൈംസ് സെറ്റ് ചെയ്യാം, ഫോക്കസ് മോഡ് യൂസ് ചെയ്യാം, ടൈമർ കീപ്പ് ചെയ്യുക. അതായത് 45 minutes ഞാൻ ഈ 30 questions തീർത്തിട്ടുണ്ടാവണം എന്നുള്ള നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുന്ന സമയത്തും ടൈമർ കീപ്പ് ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അധികം ആൾക്കാരും ഡിസ്ട്രാക്റ്റഡ് ആവുക നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ്. മേ ബി വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷൻ, ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴാണ് പൊതുവെ ഡിസ്ട്രാക്റ്റഡ് ആവുക. അപ്പൊ എന്താണ്, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഐ തിങ്ക്. സോ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ട് പഠിക്കുക. സോ ദാറ്റ് എന്താണ്, നോട്ടിഫിക്കേഷൻ വരില്ല. ഓക്കെ, സോ എന്താണോ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് അതുപോലെ ചെയ്യുക. അതല്ല ഇനി മൊബൈൽ അല്ല, നിങ്ങൾക്ക് ഇത് ആപ്പിൽ ടാബിലൊക്കെ ഉണ്ട്, ടാബിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കാരണം മൊബൈലിൽ അടക്കം കോള് വരാം, മൊബൈലിനേക്കാൾ കുറച്ചും കൂടി ഡിസ്ട്രാക്ഷൻ കുറവായിരിക്കുള്ളൂ മറ്റ് ഗാഡ്ജറ്റ്. ആൻഡ് ദെൻ അനദർ വൺ ഇസ് ഐ ഫീൽ ബിഫോർ മേ ബി ഐ എം നോട്ട് കട്ട് ഔട്ട് ഫോർ ദിസ്. ഇത് പറയാൻ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഈ സമയത്ത് ഞാനാണ്. ഓക്കെ, അതായത് ഞാൻ മുമ്പ് തോറ്റു, അതുകൊണ്ട് ഫസ്റ്റ് ടേമിന്റെ എക്സാമിൽ എനിക്ക് 3 സപ്ലി ഉണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ എഴുതേണ്ടതാണ്. ഞാൻ ഇപ്പോൾ കറന്റ്ലി MPhil ട്രെയിനി ആണ്, അതായത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. എന്റെ 25 എക്സാം കഴിഞ്ഞിട്ടാണ് എനിക്ക് കോഴ്സിന് സീറ്റ് കിട്ടിയത്. ആദ്യത്തെ 5 എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവർക്കും ഒരു 5-6 എക്സാം ഒക്കെ എഴുതിയിട്ടാണ് കിട്ടുന്നത്, ഇറ്റ്സ് ഓക്കെ. ഒരു 10 എക്സാം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഞാൻ സെൽഫ് ഡൗട്ട് തുടങ്ങി. ഇത് എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് പൊങ്ങിയാൽ പൊന്തുന്നതാണോ? എന്റെ കൂടെ പഠിച്ചു തുടങ്ങിയ പലരും അല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും സീറ്റ് കിട്ടി. ബട്ട് ഐ എം സ്റ്റിൽ ട്രൈങ്. ഒരു 15 എക്സാംസ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്താ പറയാ കംപ്ലീറ്റ്ലി ഡൗൺ ആയി. ഇനി ഇത് ട്രൈ ചെയ്യേണ്ട, ദിസ് ഇസ് നോട്ട് ഫോർ മീ എന്നുള്ള പോയിന്റിൽ അപ്പോഴും എന്തായിരുന്നു, ഞാൻ എന്നിലുള്ള ബിലീഫ് നഷ്ടപ്പെട്ടതായിരുന്നു എനിക്ക്. ഓക്കെ, ബട്ട് അഗെയിൻ ഐ തോട്ട് എന്തായാലും ഞാൻ ഇത്രയും ട്രൈ ചെയ്തു, ബാക്കിയുള്ള എക്സാംസ് വീണ്ടും 15 എക്സാംസ് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും 10 എക്സാമും കൂടെ. ഓക്കെ, 25th എക്സാമിലാണ് എനിക്ക് ഈ സീറ്റ് കിട്ടിയത്. ഓക്കെ, സോ ഐ ഫെയിൽഡ് ബിഫോർ എന്നുള്ളത് ഒരിക്കലും നെക്സ്റ്റ് ട്രൈ ചെയ്യാനുള്ള ഒരു ഹിൻഡ്രൻസ് ആവരുത്. ഓക്കെ, യു ഫെയിൽഡ് ബിഫോർ ഡസന്റ് മീൻ ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു വിൻ. ഈ UPSC ഇന്റർവ്യൂസ് ഒക്കെ, UPSC സിവിൽ സർവീസിൽ കയറിയവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടാൽ നമുക്കറിയാം ഒരുപാട് തവണ പ്രിലിംസിൽ തന്നെ ഫെയിൽ ആയിട്ട് ഇപ്പോ സിവിൽ സർവീസിൽ ഫസ്റ്റ് റാങ്കിലും
ഫസ്റ്റ് ഫ്യൂ റാങ്ക്സിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് മുമ്പ് 2 പ്രാവശ്യം എഴുതിയിട്ട് ഞാൻ തോറ്റു, അതുകൊണ്ട് ഇനി കിട്ടില്ല. നോ, നെവർ. ഓക്കെ, എത്രയും അറ്റംപ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. വൺസ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ ഒരു ബ്രേക്ക് എടുക്കാം. നിങ്ങൾ ഇന്നലെയാണ് തോറ്റെന്നുണ്ടെങ്കിൽ 2 ദിവസം ഒരു ബ്രേക്ക് കൊടുക്കുക. ആ ബ്രേക്കിൽ നിങ്ങൾക്ക് മറ്റെന്താ വെന്റിലേറ്റ് ചെയ്ത് മാക്സിമം കരഞ്ഞു തീർക്കാനുള്ളതും നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ 2 ദിവസത്തിൽ തീർത്തിട്ട്, അല്ലെങ്കിൽ ഒരു 1 വീക്ക് ബ്രേക്കോ നിങ്ങൾ നോക്കിയാവുന്ന വരെ ഒരു ബ്രേക്ക്, ആ ഒരു എന്താ പറയാ ഒരു തോൽവിയുടെ സങ്കടം മാറിയിട്ട് സ്റ്റാർട്ട് ഫ്രഷ് അഗെയിൻ. ഓക്കെ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇസ് നോട്ട് അബൌട്ട് പ്രിറ്റൻഡിങ് ഇറ്റ്സ് ഈസി, ഇറ്റ്സ് അബൌട്ട് ചൂസിങ് എ ബെറ്റർ നെക്സ്റ്റ്. അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ 25 എക്സാം നടന്ന് എഴുതുക എന്നുള്ളത് അത്ര ഈസി ഒന്നും ആയിരുന്നല്ലേ. ഇപ്പൊ ഈ പോണ വഴിക്ക് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കും നമ്മളോട്, എന്തായി എക്സാം എഴുതാൻ പോയിട്ട്, നമ്മൾ ഇവരോടൊക്കെ ആൻസറബിൾ ആണ്. പക്ഷെ എന്താ, ബട്ട് അടുത്തതിൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസവും പിന്നെന്താ ഐ ആം ട്രൈങ്, സോ ഈ ഇടുന്ന എഫേർട്ട് ഒക്കെ എന്തെങ്കിലും ഒരു റിസൾട്ട് തരും എന്നുള്ള ഒരൊറ്റ പോയിന്റിലാണ് ഈ ഒരു 1.5 കൊല്ലം 25 എക്സാംസിൽ വന്നു നിന്നത്. എക്സാക്ട്ലി അതൊന്നും വെറുതെ ആയില്ല. ഫൈനലി ഐ ഗോട്ട് ഇൻ സംവെയർ. ഓക്കെ, അപ്പോ ഒരിക്കൽ തോറ്റതുകൊണ്ട് അതൊരിക്കലും നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് അതിനൊരു തടസ്സാവരുത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്, നിങ്ങൾ അതിനൊന്ന് മാറ്റി ചിന്തിക്കാം. ഓക്കെ, യെസ്റ്റർഡേ വാസ് എ ബാഡ് ഡേ, അതുകൊണ്ട് നാളെയും ബാഡ് ഡേ ആവും. നെവർ. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങളുടെ കുറച്ചും കൂടെ നമ്മൾ അക്കാഡമിക് ഫോക്കസ്ഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഡെയിലി വീഡിയോസ് കണ്ടു പോവാണ്, പക്ഷെ നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, വീഡിയോ പ്ലസ് SLM ആക്കുക. ചിലവരുണ്ട് ആദ്യം SLMs ഫുള്ള് വായിക്കും എന്നിട്ട് ഫുൾ വീഡിയോസ് കാണും. മേ ബി അത് എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറേഴ്സ് ചെയ്ത് നോക്കുക. ഏത് മെത്തേഡ് ആണോ ഏറ്റവും എഫക്റ്റീവ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം മേ ബി ഫസ്റ്റ് റാങ്ക് വന്ന ആള് ഫോളോ ചെയ്ത മെത്തേഡ് നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിക്കൊള്ളണമെന്നേ ഇല്ല. ഓക്കെ, സോ നമ്മൾ ഒരു 1 മന്ത് ഒരു മെത്തേഡ് നോക്കിയിട്ട് ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, ചേഞ്ച് ദ മെത്തേഡ്. നമ്മൾ ഇതൊന്നും എന്നെ കൊണ്ട് ആവില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നല്ല, മറിച്ച് എന്ത് ചെയ്യാം, ചേഞ്ച് ദ മെത്തേഡ്. ചിലർക്ക് ഈ വീഡിയോ ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആണ്. അതായത് വായിക്കുന്നതിനേക്കാൾ വീഡിയോസ് കേട്ട് പഠിക്കുന്നതായിരിക്കും ചിലവർക്ക് കൂടുതൽ എഫക്റ്റീവ്. പക്ഷെ ഞാനൊക്കെ കൂടുതൽ വായിക്കാൻ താല്പര്യപ്പെടുന്ന കൂട്ടത്തിലുള്ളതാണ്. ഓക്കെ, എനിക്ക് വീഡിയോ കാണുമ്പോൾ മേ ബി കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു ഫ്ലോ നഷ്ടപ്പെടും. അപ്പൊ ഓരോരുത്തർക്കും അത് ഡിഫറെന്റ് ആണ്. യുവർ ഫ്രണ്ട് ഇസ് ഡൂയിങ് ദിസ്, അതുകൊണ്ട് അത് ചെയ്യണം, അങ്ങനെയില്ല. അപ്പൊ നിങ്ങളുടെ ഒരു കംഫർട്ട് മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയത് എന്താണ് എന്നുള്ളത് ട്രയൽ ആൻഡ് എറർ ചെയ്യുക, മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും പിഴവുകൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോളേ സ്റ്റോപ്പ് ചെയ്യല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്താണ്, കീപ് ചേഞ്ചിങ് കീപ് ചേഞ്ചിങ് എന്നല്ല, കീപ് ട്രൈങ് ഡിഫറെന്റ് മെത്തേഡ്സ്. സോ ഈ ഒരു ഫിക്സഡ് തോട്ട് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്താണെന്ന് ക്ലിയർ അല്ലേ? യെസ്, ഓൾറെഡി എനിക്ക് റെസ്പോൺസസ് കിട്ടിയതാണ്. സോ നെക്സ്റ്റ്, നമ്മൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു സെൽഫ് റെഗുലേഷൻ. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുക. ഓക്കെ, നമ്മൾക്ക് നമ്മളുടെ ഇമോഷൻസിനെയും നമ്മളുടെ വിശ്വാസങ്ങളെയും നമ്മളുടെ ചിന്തകളെയൊക്കെ നമ്മളുടെ ഒരു കൺട്രോളിൽ എത്തിക്കുക. അതായത് പല സമയത്തും നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ ചിന്തകളുമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മളാണ് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത്. വി ആർ ദ മാസ്റ്റർ. നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ മാസ്റ്റർ. അപ്പൊ ആ ഒരു സെൽഫ് റെഗുലേഷൻ പ്രാക്ടീസ് ചെയ്യാം. നാളെ തൊട്ട് നിങ്ങൾ ഹൈലി സെൽഫ് റെഗുലേറ്റഡ് ഹ്യൂമൻ ബീങ് ആവുമല്ലോ, അതങ്ങനെയല്ല. ഇതൊക്കെ പയ്യെ പയ്യെ വളരെ ഗ്രാജുവൽ പ്രോസസ് ആണ്. ഓക്കെ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല. ചിലർക്ക് എന്താണ് ഒരു 2 വീക്സ് 3 വീക്സ് കൊണ്ട് ചേഞ്ച് മനസ്സിലാവും. ചിലർക്ക് അത് 2-3 മന്ത്സ് എടുക്കും. അതൊക്കെ നമ്മളുടെ കപ്പാസിറ്റി ഡിഫറൻസുകളാണ് കേട്ടോ. അല്ലാതെ അവൻ അടിപൊളിയാണ് അതുകൊണ്ട് അവനത് പെട്ടെന്ന് പറ്റി, ഞാൻ അത്ര പോരാ. ഇറ്റ്സ് നെവർ ദാറ്റ് വേ. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയും. നമ്മളുടെ എല്ലാവരുടെയും ഈ ഫിംഗർ പ്രിന്റ്സ് ഡിഫറെന്റ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എല്ലാവരും ഡിഫറെന്റ് ആണ്. വളരെ വളരെ വ്യത്യസ്തമായ രീതികളിൽ നമ്മൾ വളരെ വ്യത്യസ്തരാണ്. ഓക്കെ, സോ സെൽഫ് റെഗുലേഷന് ഞാനിവിടെ കുറച്ചധികം മെത്തേഡ്സ് പറയാം. എല്ലാവരും എല്ലാം ഫോളോ ചെയ്യണം എന്നല്ല, കീപ് ട്രൈങ്. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എഫക്റ്റീവായി തോന്നുന്നത് അത് നിങ്ങൾ ഹാബിറ്റ് ആക്കുക. ഒരു ഡെയിലി ബേസിസിൽ അത് ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് നെയിം ഇറ്റ് ടു ടേം ഇറ്റ്. നെയിം ഇറ്റ് ടു ടേം ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് വളരെ മിസ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഈ ട്രോമ, ഡിപ്രഷൻ എന്നൊക്കെ. അതായത് ചില ഇങ്ങനെ കുട്ടികളൊക്കെ വരും കേട്ടോ,
എന്താ മാം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. എന്താണ് ഡിപ്രഷൻ? കഴിഞ്ഞ ആഴ്ചത്തെ എക്സാമിൽ ഞാൻ തോറ്റു, അച്ഛനും അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, അതാണോ ഡിപ്രഷൻ? ഇസ് ദാറ്റ് ഡിപ്രഷൻ? നോ, നെവർ. അപ്പോ നമ്മൾ നമ്മുടെ ഇമോഷൻസിന് കൊടുക്കുന്ന പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഐ ആം ഗോയിങ് ത്രൂ എ ട്രോമ, വൈ ഐ ലോസ് മൈ ജോബ്. എന്റെ ജോബ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ട്രോമയിലാവേണ്ട ആവശ്യമില്ല. ജോബ് നഷ്ടപ്പെട്ട ഒരാൾക്ക് എന്താണ് സ്ട്രെസ്സും ആങ്സൈറ്റി ഉണ്ടാവും. കാരണം എന്താണ്, ജോബ് നഷ്ടപ്പെട്ടു, ആകെ ഫാമിലി ലേണിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അതിനെ ട്രോമ എന്നല്ല നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത്, മറിച്ച് എന്താണ്, ഇറ്റ്സ് എൻ ആങ്സൈറ്റി, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വേവലാതി. ഓക്കെ, ആൻഡ് ജോബ് പോയതിന്റെ ഒരു സ്ട്രെസ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി. അപ്പോ നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ, നമ്മുടെ ഫീലിങ്സിനെ നെയിം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബാഡ് അടിച്ചിരിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ നമ്മളുടെ മൂഡ് ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഡിസിഷൻസ് എടുക്കരുത് എന്ന് പറയും. ദാറ്റ് ഇസ് വെരി ട്രൂ. അപ്പൊ മൂഡ് ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സിറ്റ് അലോൺ. ഓക്കെ, നോട്ട് ഫോർ ലോങ്, ഒരുപാട് സമയത്തേക്കല്ല, മേ ബി ഒരു 5 to 10 minutes, ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്തുകൊണ്ടാണ് നിങ്ങളുടെ മൂഡ് ഡൗൺ ആയത്. എപ്പോഴും റീസൺ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, പക്ഷെ ഒരു 95% എപ്പോഴും ഒരു റീസൺ ഉണ്ടാവും. പലപ്പോഴും നമുക്കിത് മനസ്സിലാവാത്തതാണ്. നമ്മളുടെ മൂഡിനെ ഡൗൺ ആക്കാൻ എന്തെങ്കിലും ഒരു ട്രിഗർ ഫാക്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതെന്താണ് എന്ന് മനസ്സിലാക്കുക ആൻഡ് നെയിം ഇറ്റ്. ഓ, ദിസ് ഇസ് ജസ്റ്റ് സ്ട്രെസ്, ഇത് ഒരു 1 week കൊണ്ട് ഓക്കെ ആയിക്കോളും. അല്ലെങ്കിൽ എന്താണ്, ജോബിൽ നിന്ന് പെട്ടെന്ന് മേ ബി ഒരു ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കാം, യു നീഡ് ടു ഷിഫ്റ്റ് ഫ്രം കൊച്ചി ടു ബാംഗ്ലൂർ എന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവും ബിഗിനിങ്ങിൽ. അപ്പൊ അത് ഇതിനി ഞാൻ ബാംഗ്ലൂർ ഇനി ഒരിക്കലും സെറ്റ് ആവില്ല എന്നല്ല കരുതേണ്ടത്. എന്താണ്, ഓക്കെ, എന്തായാലും നമ്മൾക്കിപ്പോ ഒരു വീട് വിട്ട് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹൗസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ, കാരണം നമ്മുടെ ഒരു കംപ്ലീറ്റ് എൻവയൺമെന്റ് ഷിഫ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. നമ്മളെ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ വ്യത്യാസം വരും, നമ്മുടെ ലിവിംഗ് സ്റ്റൈലിൽ ഡിഫറൻസ് വരും, താമസിക്കുന്ന സ്ഥലത്ത് ഡിഫറൻറ്റ് വരും. ഒരു ജോബ് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി അല്ലല്ലോ. അപ്പൊ എന്താണ്, ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം, അല്ലെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫേസിൽ പ്രോബ്ലം ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ ഡിലേമാസ് വരും. ഡിലേമാസ് മത്ലബ് എന്താ, കൺഫ്യൂഷൻസ് വരും. അപ്പൊ അത് കൺഫ്യൂഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 2 ജോബ് ഓഫർ വന്നു. ഒരെണ്ണം നിയർ ടു ഹൗസ് ആണ്, വെൽ പെയ്ഡ് ആണ്, പക്ഷെ നിങ്ങൾക്ക് എന്താണ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അതിൽ കുറവാണ്. പക്ഷെ മറ്റൊരു ജോബ് കുറച്ചുകൂടെ ഫാർ ആണ്, പേയ്മെന്റ് ഈ ഒരു ജോബിനേക്കാൾ കുറവാണ്, പക്ഷെ ദാറ്റ് ഇസ് എ ജോബ് യു റിയലി വാണ്ട്. അപ്പൊ അവിടെ എന്താണ്, നമ്മൊരു കൺഫ്യൂഷൻ വരും. ഓ, ഇവിടെ പേയ്മെന്റ് കൂടുതലാണ്, വീടിന്റെ അടുത്താണ്, മറ്റേത് ദൂരെയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ജോബാണ്. അപ്പൊ ഇവിടെ എന്താണ്, എല്ലാരും പറയും ഓ സ്ട്രെസ് ആയിന്ന്. അവിടെ സ്ട്രെസ് അല്ല, ദാറ്റ് ഇസ് കൺഫ്യൂഷൻ. എന്താ പറയാ, ഈക്വലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് നമ്മൾക്ക് വരുന്ന കൺഫ്യൂഷൻ ആണത്. അപ്പൊ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ഇമോഷൻ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. സ്ട്രെസ് ആണോ, കൺഫ്യൂഷൻ ആണോ, ഫ്രസ്ട്രേഷൻ ആണോ, ആങ്സൈറ്റി ആണോ? ഈ നാലെണ്ണാണ് നമ്മൾ ഡെയിലി ലൈഫിൽ അഭിമുഖീകരിക്കുന്ന കോമൺ സാധനങ്ങൾ. ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്ട്രെസ്സിന് കൃത്യമായ കാരണം. ദാറ്റ് ക്യാൻ ബി ജോബ് സ്ട്രെസ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് ഇന്ന് ബോസ് വന്നിട്ട് പറയാണ് നാളെ കംപ്ലീറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ എന്താണ്, പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾക്ക് നമ്മളുടെ ഒരു ബോഡിലി അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ റിയാക്ഷൻ ആണ് സ്ട്രെസ് എന്നത്. അത് ഷോർട്ട് ലിവ്ഡ് ആണ്. ഓക്കെ, ആ ഒരു കാര്യം കഴിയുന്നതോടുകൂടെ ആ ഒരു സ്ട്രെസ് പോകും. നെക്സ്റ്റ് ഇസ് ആങ്സൈറ്റി. ആങ്സൈറ്റി കുറച്ചും കൂടെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആങ്സൈറ്റി എന്തായിരിക്കും, എനിക്കിനി PG എവിടെയാണോ കിട്ടാൻ പോകുന്നത്, ഏത് കോഴ്സാണോ എവിടെയാണോ എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടാവും. PG കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് PhDക്ക് പോണോ, ജോലിക്ക് പോണോ എന്നുള്ള ആങ്സൈറ്റി ഉണ്ടാവും. ആങ്സൈറ്റി കുറച്ചും കൂടെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. ജോലി പോയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്താണ്, ആങ്സൈറ്റി ആണ്. ജോബ് ഓവർലോഡ് ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക, സ്ട്രെസ്സും കൂടുന്ന ഒരു അവസ്ഥയാണ് ബേൺ ഔട്ട് എന്ന് പറയുക. സ്ട്രെസ് അടിച്ച് എക്സോസ്റ്റഡ് ആവുന്നതിനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്ന് പറയുക. ജോലി പോയിട്ടിരിക്കുന്ന ഒരാളുടെ അവസ്ഥ തന്നെ നമ്മൾക്ക് ആങ്സൈറ്റി എന്ന് പറയാം. 2 ജോലി ഈക്വലി അട്രാക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ അവിടെ എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിലാണ് പ്രോബ്ലം, കൺഫ്യൂഷൻ എന്ന് പറയാം. പിന്നെ ഒന്ന് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷെ അതിന് തടസ്സം ആയിട്ട് എന്തെങ്കിലും വരുമ്പോൾ എന്താണ്, ഫ്രസ്ട്രേറ്റഡ് ആവും.
ഞാൻ ഇന്ന് മൂന്നാർ ഒരു ട്രിപ്പ് പോകണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ എന്താണ്, പെട്ടെന്ന് എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഗസ്റ്റ് വന്നു. സോ എന്താണ്, ഐ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. നിങ്ങൾ ഇന്ന് 10 പേജ് പഠിക്കണം എന്ന് വിചാരിച്ചു പുസ്തകം തുറന്നു, പക്ഷെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു നം ഫീലിംഗ്, യു ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. കാരണം ഇന്നത്തെ ഗോള് 10 പേജസ് തീർക്കുക എന്നതായിരുന്നു. ഓക്കെ, സോ ഈ 4 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സ്ട്രെസ്, ആൻസൈറ്റി, കൺഫ്യൂഷൻ, ഫ്രസ്ട്രേഷൻ. ക്ലിയർ അല്ലേ? ഗിവ് മി എ തംസ് അപ്പ് ഇഫ് ഇറ്റ്സ് ക്ലിയർ. അപ്പൊ ഈ 4ഉം നെയിം ചെയ്യാൻ പഠിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ 4ഉം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഓൺ എ ഡെയിലി ബേസിസ്, ഓൺ എ വീക്ക്ലി ബേസിസ്, ഓൺ എ മന്ത്ലി ബേസിസ് വന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം വളരെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾക്ക് സ്വയം അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിൽ ഉള്ളവർക്ക് തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെയും കൃത്യമായ ഡിസിഷൻ മേക്കിങ്ങിലൂടെയും പ്രോബ്ലം സോൾവിങ്ങിലൂടെയും ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും, എനിക്ക് സ്ട്രെസ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതൊരു കൺഫ്യൂഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതെന്ത് ചെയ്യും, നമ്മൾ ബെറ്റർ ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ, ബെറ്റർ ആയിട്ട് കോപ്പ് അപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ബോക്സ് ബ്രീത്തിങ് എന്ന് പറയും. അതായത് ബ്രീത്തിങ് ടെക്നിക്സ് ഡിഫറെന്റ് രീതിയിലുണ്ട്. അതിൽ നമുക്ക് എവിടെ വെച്ചും ഏത് സമയവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ബോക്സ് ബ്രീത്തിങ്. ബോക്സ് ബ്രീത്തിങ്ങിൽ വരുന്നത് 4 സ്റ്റെപ്പാണ്. ദാറ്റ് ഇസ് ഇൻഹെയിൽ, ഹോൾഡ്, എക്സെയിൽ, ഹോൾഡ്. ഓക്കെ, അങ്ങനെയാണ് ഈ 4-4-4 വരുന്നത്. എല്ലാവരും ഞാൻ പറയുന്നതിന്റെ ഒപ്പം ഒന്ന് ഇപ്പൊ ചെയ്തു നോക്കാൻ പറ്റുമോ? കാരണം ഇത് എവിടെ വേണമെങ്കിലും എങ്ങനെയിരുന്നു ഏത് സമയത്തും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഷാൽ വി ഡു ഇറ്റ്? ഇനി ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ബിഫോർ വി ഡു, ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മൾ എപ്പോഴും ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റൊമക്ക് പുറത്തേക്ക് വരുന്നത് പോലെ ചെയ്യണം. അതായത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് ഉള്ളിലേക്ക് പോകരുത്. ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് 2 രീതിയിലും ഇൻഹെയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കിയേ. വേണം എന്ന് വെച്ചാൽ വയറുള്ളിലേക്ക് പോകുന്ന രീതിയിൽ വയറുള്ളിലേക്കാക്കിയും നമ്മൾക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റും. ഇൻഹെയിലിംഗ് തന്നെ വയറ് പുറത്തേക്കാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെയും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് രണ്ടും ചെയ്ത് നോക്കും എല്ലാവരും. 2 രീതിയിലും നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നൊന്ന് നോക്കൂ. ഓക്കെ, പറ്റാത്തതായിട്ട് ആരുമില്ല. അപ്പൊ നമുക്ക് ഈ 2 രീതിയിലും എന്ത് ചെയ്യാം, ബ്രീത്ത് ഇൻ ചെയ്യാം. സോ ഇതിലെ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വയറ് പുറത്തേക്ക് വരണം. അതായത് ഇങ്ങനെ ഓർത്താൽ മതി, ഇൻഹെയിൽ ചെയ്യാണ്, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്, ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് വീർക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറ് വീർത്ത് വരില്ലേ, അതേപോലെ ഒരു സെറ്റപ്പ് ആണ് എന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഫീഡ് ചെയ്താൽ മതി. സോ ദാറ്റ് തെറ്റിപ്പോവില്ല. ഓക്കെ, സോ വെൻ യു ഇൻഹെയിൽ, നമ്മളുടെ ഈ ഡയഫ്രം ഇവിടെ ഇങ്ങനെ വലുതായിട്ട് വരണം. അതാണ് കറക്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ശരിക്കും ഈ ഓക്സിജനേഷൻ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുക. ഓക്കെ, സോ ഷാൽ വി ഓൾ ഡു ഇറ്റ്? ആ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി. ആൻഡ് എക്സെയിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, വയറുള്ളിലേക്കും പോകണം കേട്ടോ. ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയറ് വീർക്കണം, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കൂടുതൽ ഓപ്പൺ ആവണം. എക്സെയിൽ ചെയ്യുമ്പോൾ നമ്മളത് അതനുസരിച്ച് ആ വയറ് ചുരുങ്ങുകയും വേണം. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ഇറ്റ്. സോ നമുക്കൊരു ഡെമോ ചെയ്ത് നോക്കാം. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ റെഡി. ഈ വീഡിയോ ഓൺ ചെയ്തവരൊക്കെ ഞാൻ വാച്ച് ചെയ്യും. സോ ഇഫ് പോസിബിൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഓക്കെ, സോ റെഡി, 1 2 ഇൻഹെയിൽ, ഇൻഹെയിൽ ചെയ്തിട്ട് അതൊരു 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. ഞാൻ കുറച്ച് ബ്രീത്തിങ് കപ്പാസിറ്റി കുറവുള്ള ആളായതുകൊണ്ട് എനിക്ക് അത്രയും നേരം പറ്റില്ല. ബട്ട് ഇത് ഈ 4-4-4 എന്നുള്ളത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെറിയ രീതിയിൽ ഓൾട്ടർ ചെയ്തു കേട്ടോ. ദാറ്റ്സ് ഓക്കെ. ഇവിടെ നമ്മൾ ഈ ടൈമിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് എന്താണ്, ഈ മെത്തേഡിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. വേണമെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 3-3-3-3. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പൊ ഇൻഹെയിൽ ചെയ്യുക 4 സെക്കൻഡ്സ്, അത് 4 സെക്കൻഡ്സ് അവിടെ തന്നെ നിർത്തുക. ഇത് എപ്പോഴാണ് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന, വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ അത് ചെയ്യാൻ പറ്റുക. നമ്മൾ എന്തെങ്കിലും ചെയ്യണതിന്റെ ഇടയിൽ, മറ്റേ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ വണ്ടിയും എങ്ങോട്ടെങ്കിലും പോകും, നമ്മളും എങ്ങോട്ടെങ്കിലും പോകും. സോ ഡോണ്ട് ഡു ദാറ്റ്. മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ നോക്കുക. എക്സെയിലും പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഒറ്റയടിക്ക് അങ്ങനെ വിടരുത്. നെവർ ഡു ദാറ്റ്. ആൻഡ് എക്സെയിൽ ചെയ്യുമ്പോഴും മൗത്ത് ഓപ്പൺ ചെയ്യരുത്. ഓക്കെ, ത്രൂ യുവർ നോസ്. എക്സെയിൽ ത്രൂ ദ നോസ്. ഇൻഹെയിലും നോസ് ത്രൂ ആയിരിക്കണം, എക്സെയിലിങ്ങും നോസ് ത്രൂ ആയിരിക്കണം. എക്സെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് അടുത്ത് ബ്രീത്തിങ് ചെയ്യുക. ഇതൊരു 2 to 3 റൗണ്ട്സ് അക്കോർഡിംഗ് ടു യുവർ കപ്പാസിറ്റി. ഇത് ഒറ്റ പ്രാവശ്യം ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അടിപൊളിയാവും എന്നല്ല, മറിച്ച് എന്താണ്, നമ്മളുടെ മൂവ്മെന്റ് ഇപ്പോ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യപ്പെടാന്നറിയോ? ഒരു എക്സാമ്പിൾ, അറ്റ് യുവർ വർക്ക് പ്ലേസ് നിങ്ങളുടെ ബോസ് നിങ്ങൾ എന്തിനെങ്കിലും ചീത്ത പറഞ്ഞു എന്ന് കരുതാം, അല്ലെങ്കിൽ ഒരു ഓക്വേർഡ്നെസ് ക്രിയേറ്റ് ആയി എന്ന് കരുതാം. അപ്പോ പെട്ടെന്ന് നമുക്ക് വരുന്ന ഇമോഷൻ എന്താണ്, ഭയങ്കര ഒരു ഓക്വേർഡ് ആവും, ചിലപ്പോൾ കരച്ചിൽ വരും. സോ കം ബാക്ക് ടു യുവർ, ഗെറ്റ് ബാക്ക് ടു യുവർ ടേബിൾ ആൻഡ് ഡു ദിസ്.
ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഈ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും ഈ പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്താലും ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എഫക്റ്റീവ്. ഓക്കെ, കാരണം ഒരു മൊമെന്റിൽ ഈ നമ്മുടെ ബോഡി ഓക്സിജനേറ്റഡ് ആവുകയാണ്. ദാറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ്. ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യും, നമുക്ക് കൂടുതൽ ഫോക്കസ്, അറ്റൻഷൻ കിട്ടും. ഓക്കെ, സോ ഈ രണ്ട് മെത്തേഡ്സ് ക്ലിയർ അല്ലേ? നെയിം ഇറ്റ് ടു ടേം ഇറ്റ്. നെക്സ്റ്റ് ഇസ് ബോക്സ് ബ്രീത്തിങ്. ഈ ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ റിലാക്സ് ചെയ്യാൻ, നമ്മുടെ ബോഡിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. റിലാക്സേഷൻ ടെക്നിക്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഇഫ് ദെൻ പ്ലാൻസ്. അതായത് കോമൺ ആയിട്ട് സെയിം പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നും പഠിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ജോബ് കഴിഞ്ഞ് വരും. പക്ഷെ എന്താണ്, ജോബ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, കോമൺ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇഫ്, അതായത് ആ പ്രോബ്ലം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ എം ടയർഡ് അറ്റ് 7 PM, then I'll watch a light recap video. അതായത് എന്നും പഠിക്കണം എന്ന് വിചാരിച്ചു വരുന്നു, ബട്ട് ടയർഡ് ആവുന്നു, പഠിക്കാൻ പറ്റുന്നില്ല. സോ എന്താണ്, നാളെയും ഇഫ് ഇങ്ങനെ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡെയിലി സംഭവിക്കുന്ന കാര്യത്തിനോട് നമ്മൾക്ക് വേണ്ട കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, സോ ഇഫ് ഐ എം ടയർഡ് അറ്റ് 7 PM, then I'll watch a light recap video. അതായത് ഇന്ന് വരെ ഞാൻ ടയർഡായി വന്നു, ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങി. ബട്ട് നാളെ തൊട്ട് ഞാൻ ടയർഡായി വന്നാലും എന്ത് ചെയ്യും, ഞാനൊരു ലൈറ്റ് വീഡിയോ, ഒരു 10 minutes വീഡിയോ എങ്കിലും കണ്ടിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. ഓക്കെ, കോമൺ പ്രോബ്ലംസിനെ നമുക്ക് ഇങ്ങനെ മാത്രമേ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ടയർഡാണ്, നാളെ തുടങ്ങാം. എന്തായിരിക്കും, നിങ്ങൾ നാളെയും ടയർഡ് ആയിരിക്കുള്ളൂ. പക്ഷെ ഗ്രാജുവലി നമ്മൾ ഈ 10 minutes വീഡിയോ എന്നുള്ളത് പിന്നെ എന്ത് ചെയ്യും, 20 minutes ആക്കാൻ പറ്റും, ഹാഫ് ആൻ അവർ ആക്കാൻ പറ്റും, 1 hour ആക്കാൻ പറ്റും. ആ ടയർഡ്നെസ്സിനെ നമുക്ക് തന്നെ സപ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടെംപ്റ്റേഷൻ ബണ്ട്ലിംഗ്. ടെംപ്റ്റേഷൻ ബണ്ട്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും നമ്മൾ പറയാറില്ലേ, സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് പ്രോബ്ലം. തുടങ്ങി കഴിഞ്ഞാൽ ചെയ്തോളും, ബട്ട് സ്റ്റാർട്ടിങ് ട്രബിൾ എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് ഓൾറെഡി ഇഷ്ടമുള്ള കാര്യങ്ങളുമായിട്ട്, ഇപ്പോ അസൈൻമെന്റ് എഴുതാനൊന്നും എന്താ പറയാ, നമുക്ക് ഈ കുറെ ഇരുന്ന് 10-50 പേജ് എഴുതാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. താല്പര്യം ഉള്ളവരുണ്ടാവും കേട്ടോ, പക്ഷെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് നല്ല താല്പര്യമുള്ള ഒരു കാര്യവുമായിട്ട് അതിനെ പെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ 10 പേജ് അസൈൻമെന്റ് എഴുതിയാൽ ചായ കുടിക്കാൻ പോവാം. അല്ലെങ്കിൽ മറ്റൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യൂട്യൂബില് എന്താണ് ബീറ്റ വേവ്സ് ഫോർ സ്റ്റഡിങ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് വളരെ സട്ടിൽ ആയിട്ടുള്ള മ്യൂസിക് കിട്ടും. മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ DJ കൊട്ടും ഇതൊന്നും ഉള്ളതല്ല, വളരെ സട്ടിൽ ആയിട്ടുള്ള വേവ്സ് ആണത്. ഓക്കെ, അത് നമ്മളുടെ ബ്രെയിനിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് എല്ലാവർക്കും എഫക്റ്റീവ് ആവും എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് യു ക്യാൻ ട്രൈ ഇറ്റ്. യൂട്യൂബിൽ വെറുതെ എന്താണ് ബീറ്റ വേവ്സ് ഫോർ സ്റ്റഡി, BETA, ബീറ്റ വേവ്സ് എന്ന് അടിച്ചാൽ മതി കേട്ടോ. യു ക്യാൻ ട്രൈ ഇറ്റ്. നിങ്ങൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല മെത്തേഡാണ്. നമുക്ക് 7 hours ഒക്കെ വീഡിയോ കിട്ടും. സോ ദാറ്റ് ഇങ്ങനെ റീപ്ലേ ഒന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഓക്കെ, 7 hours ആ മ്യൂസിക് കണ്ടിന്യൂസ് ആയിട്ടുള്ളതൊക്കെ കിട്ടും. അപ്പൊ അത് ചിലർക്ക് എഫക്റ്റീവ് ആണ്, ചിലർക്ക് എഫക്റ്റീവ് അല്ല. ഓക്കെ, ഭയങ്കര സെലക്റ്റീവ് അറ്റൻഷൻ ഉള്ളവർക്ക് അത് പറ്റില്ല, കാരണം ഈ മ്യൂസിക്കിൽ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. പക്ഷെ ചിലരുടെ എന്താണ്, ചിലരുടെ ബ്രെയിനിനെ അത് കൂടുതൽ ആക്റ്റീവ് ആക്കും. ഓക്കെ, സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ കോഫി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ജ്യൂസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് സിപ്പ് ചെയ്തുകൊണ്ട് എഴുതാൻ ശ്രമിക്കുക. സോ ഈ ഇഷ്ടമല്ലാത്ത ആക്ടിവിറ്റീനെ ഇഷ്ടമുള്ള ആക്ടിവിറ്റിയുമായി പെയർ ചെയ്താൽ പയ്യെ ഈ ഇഷ്ടമല്ലാത്ത ആക്ടിവിറ്റീനെ നമുക്ക് കുറച്ച് ഇഷ്ടം വരും എന്നാണ്. ഓക്കെ, അത് വെറുതെ പറയണല്ല കേട്ടോ, അതുള്ള സംഗതിയാണ്. സൈക്കോളജിയിൽ നമ്മൾ അതിനെ കൃത്യമായിട്ട് പ്രീമാക് പ്രിൻസിപ്പൽ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഈ സൈക്കോളജിക്കൽ ടേംസ് ഒന്നും പഠിച്ചു വെക്കണ്ട. ഞാൻ വെറുതെ ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, ഇതൊക്കെ ഉള്ള സംഗതികളാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് എൻവയൺമെന്റ് ഡിസൈൻ. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. വെൻ ഡിസ്ട്രാക്ഷൻസ് ആർ എവ്രിവെയർ, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് മൊത്തത്തിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ഒരു ബിഗ് നോ ആണ് കിടന്നു പഠിക്കുക എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ശരീരത്തിനറിയാം നമ്മൾ കിടക്കുന്ന ആ ഒരു പൊസിഷൻ ഇസ് ഫോർ റിലാക്സിങ്, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ബെഡ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നമ്മളിങ്ങനെ കിടക്കുക. ബെഡിൽ ചാരി ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ആ ഇരിപ്പ് പിന്നെ കിടപ്പ് പയ്യെ ഉറക്കാവും. സോ നെവർ, അതൊരു 5 മിനിറ്റിന് പഠിക്കാനാവട്ടെ, 10 മിനിറ്റിന് പഠിക്കാനാവട്ടെ, റിവിഷൻ ആവട്ടെ, ഒരിക്കലും നിങ്ങളുടെ ബെഡും പഠിപ്പും തമ്മിൽ റിലേറ്റ് ചെയ്യാതെ നിൽക്കുക. ഓക്കെ, എപ്പോഴും ബി ഓൺ എ ടേബിൾ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഹോസ്റ്റലിലോ വർക്ക് റിലേറ്റഡ് ആയിട്ട് മറ്റുള്ള സ്ഥലത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ ചീപ്പായിട്ട് മറ്റേ ബെഡിൽ വെക്കുന്ന ടേബിൾ ഇല്ലേ, ഓക്കെ, ഐ തിങ്ക് അറൌണ്ട് 300 to 400 rupees ഉള്ളൂ. അങ്ങനെ ഒരു ടേബിൾ എങ്കിലും നിങ്ങൾ സംഘടിപ്പിക്കുക. ഒരിക്കലും ലൈ ഡൗൺ ചെയ്ത് പഠിക്കരുത്. ഓക്കെ, എൻവയൺമെന്റ് ഡിസൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ
നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു മുറിയോ വീടോ ഒക്കെ ഒരു മിനിമം വൃത്തിയിൽ കീപ്പപ്പ് ചെയ്യുക. ഓക്കെ, എന്താ പറ്റുക അറിയോ, ഒരു 2-3 ദിവസം ഒരു വൃത്തികേടായി കിടന്നാൽ പിന്നെ നമ്മൾ അതായിട്ട് യൂസ്ഡ് ആവും, ആ വൃത്തികേട് നമ്മൾക്ക് ഓക്കെ ആവും. അപ്പൊ നമ്മൾ ഒരു ക്ലീൻ അല്ലാത്ത അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിനെയും മൈൻഡിനെയും ഫിസിക്കൽ ഹെൽത്തിനെയൊക്കെ അത് കാര്യമായി ബാധിക്കും. സോ എന്താണ്, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇത് എൻവയൺമെന്റ് റിലേറ്റഡ് അല്ല, നമ്മുടെ ബോഡി റിലേറ്റഡ് ആണ്. ഹാവ് എ ഗുഡ് സ്ലീപ്പ് ഹൈജീൻ, അതായത് മിനിമം 6 hours, ഒരു മാക്സിമം 8 to 8.5 hours, ഇനി 9 hours ആയാലോ, ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മിനിമം ഓഫ് 6 hours. 6 hours ശരിക്കും പോരാ. ഇപ്പോ നിങ്ങൾ ഇരുന്ന് മാത്രമല്ല, ഫിസിക്കൽ ലേബർ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഉറക്കം പലരും ടൈം വേസ്റ്റേജ് ആയിട്ടാണ് കാണുക. പക്ഷെ ഉറക്കം ടൈം വേസ്റ്റ് ചെയ്യല്ല, നമ്മളുടെ ബ്രെയിനും നമ്മുടെ തലച്ചോറ് ഒരു ദിവസം നടന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് കൺസോളിഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിലേക്ക് സേവ് ചെയ്യുന്നത് ഉറക്കത്തിലാണ്. നിങ്ങളൊരു 2 ദിവസം മുഴുവനായി ഉറങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, സമനില തെറ്റും. അതായത് സമനില തെറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവാണോ പകലാണോ, ഇന്ന് ഞാൻ എന്താ കഴിച്ചേ, ഞാൻ ഇത് എവിടെയായെന്നുള്ള പല കാര്യങ്ങളിലും നമുക്ക് കൺഫ്യൂഷൻ വരും. ഹാലൂസിനേറ്റ് ചെയ്തൊക്കെ തുടങ്ങും, അതായത് ഇല്ലാത്ത സാധനങ്ങൾ കണ്ടു തുടങ്ങും. അപ്പൊ അതെന്തുകൊണ്ട്, ഉറക്കം നമ്മളുടെ ശരീരത്തിന് കൂടുതൽ എനർജി തരുന്ന സംഗതിയാണ്. നമ്മുടെ മൊബൈൽ കുത്തിയിടുന്നില്ലേ, കാറിലും ബൈക്കിലും ഫ്യൂവൽ അടിക്കുന്നില്ലേ, അതേപോലെ നമ്മളുടെ ഫ്യൂവലാണ് ഫുഡ് ആൻഡ് സ്ലീപ്പ്. ഓക്കെ, അപ്പോ നിർബന്ധമായും ഒരു 6 to 8 hours ഇടയിലുള്ള ഒരു സ്ലീപ്പ് ഉണ്ടാവുക. അതുപോലെ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, പ്രോസസ്ഡ് ഫുഡ് പരമാവധി കുറക്കുക, കഴിക്കാനേ പാടില്ല എന്നുള്ളതൊന്നും ഇന്നത്തെ കാലത്ത് പോസിബിൾ ആണോ എന്ന് അറിയില്ല. ഓക്കെ, ഷുഗർ മിനിമൈസ് ചെയ്യുക, പ്രോസസ്ഡ് ഫുഡ്സ് കുറക്കുക. ഇതൊക്കെ എങ്ങനെയാണ് സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൗണ്ട് ബോഡി, ഒരു ഹെൽത്തി ബോഡിയിൽ മാത്രമേ ഒരു ഹെൽത്തി മൈൻഡിന് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതായത് ഞാൻ മെന്റലി ഭയങ്കര ഫിറ്റ് ആണ് ബട്ട് ഫിസിക്കലി വീക്ക് ആണ് എന്നുള്ളത് അത്ര വർക്ക്ഔട്ട് ചെയ്യില്ല. എ സൗണ്ട് മൈൻഡ് ലിവ്സ് ഇൻ എ സൗണ്ട് ബോഡി, അതൊരു പഴയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സേയിങ് ആണത്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് പ്രോപ്പർ ആയിരിക്കുക. ഓക്കെ, ഇനി അതിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്സ് പോകും. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ പ്രോപ്പർ ആക്കുക. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഉന്മേഷവും ഉണർവും താല്പര്യവും ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ഒരു ക്ഷീണായിരിക്കും. ഓക്കെ, പിന്നെ മറ്റ് ഡിസ്ട്രാക്ഷൻസ് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ മൊബൈലിൽ വരുന്ന ആപ്പ് നോട്ടിഫിക്കേഷൻസ്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നിങ്ങനെയുള്ള സംഗതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഫോക്കസ് മോഡ് ഓൺ ചെയ്യാം. മറ്റ് സോഷ്യൽ മീഡിയാസിന് നമുക്ക് ടൈം റെസ്ട്രിക്ഷൻസ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ടൈമേഴ്സ് കീപ്പ് ചെയ്യുക, ടൈം ലിമിറ്റ് വെക്കുക. ഞാൻ ഈ 45 questions 30 minutes ചെയ്തു തീർക്കണം എന്നിങ്ങനെയുള്ള ടൈം ലിമിറ്റ്സ് ഒക്കെ വെച്ച് പഠിക്കുക. ഓക്കെ, സോ എൻവയൺമെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോ ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ എനിക്ക് ഇവിടെ അടുത്ത് ലൈബ്രറി ഉണ്ടായിരുന്നു. ലൈബ്രറി പോയി പഠിക്കുന്നതും വീട്ടിലിരുന്ന് പഠിക്കുന്നതും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. വീട്ടിൽ ഞാനൊരു 5 hours കംപ്ലീറ്റ് ചെയ്യുന്നത് എനിക്കൊരു ലൈബ്രറിയിൽ ഇരുന്നിട്ട് 2.5 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്, ലൈബ്രറി വെരി കാം ആണ്, വെരി ക്വയറ്റ് ആണ്, ചുറ്റും എല്ലാവരും പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ എന്ത് സംഭവിക്കും, 5 minute റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും, പക്ഷെ ആ റെസ്റ്റ് 1.5 മണിക്കൂർ 2 മണിക്കൂർ പോകും, പിന്നെ ഉറക്കാവും, അങ്ങനെ ആയിപ്പോവും. സോ ഓൾവേസ് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. വീടാണ് എപ്പോഴും കംഫർട്ട് സോൺ, പക്ഷെ ഒന്ന് പുറത്തേക്ക് പോയി എന്താ പറയാ, ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കലുണ്ടല്ലോ കുറച്ചു കാലത്തിന് ഓക്കെയാണ്, പക്ഷെ ഇത് ലോങ് ടേമിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ ആഡിങ് ഓൺ ഒരു കാര്യം, ജേർണലിംഗ് ചെയ്യുക എന്നുള്ളതും വളരെ യൂസ്ഫുൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജേർണലിംഗ് പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തും യൂട്യൂബ് ഒക്കെ ചെയ്ത് നോക്കിയാൽ ജേർണലിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം, അതായത് ഇന്ന് അത് പറ്റിയില്ല ഇത് പറ്റിയില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് എനിക്ക് ഇത് ചെയ്യാൻ സാധിച്ചു, ഐ ആം താങ്ക്ഫുൾ ഫോർ ദിസ്. ഇന്ന് ഞാൻ സൺറൈസ് കണ്ടു, ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഇന്ന് ഐ കുഡ് ഹാവ് എ ഗുഡ് ഡേ, ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളൊക്കെ ഗ്രാജുവലി ആണ് നിങ്ങളുടെ ലൈഫിൽ ജേർണലിംഗും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒക്കെ ഒരു 1 month കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ചെയ്യും. നമ്മുടെ ഇമോഷൻസിനെ കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും അത് ഹെൽപ്ഫുൾ ചെയ്യും. ഈ ജേർണലിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്ത് നോക്കിയാൽ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ രീതിയില്ലേ, അതാണ് നമ്മളുടെ പെർഫെക്ഷൻസ്. അല്ലാണ്ട് അവര് ചെയ്തതാണ് പെർഫെക്റ്റ്, ഇവര് ചെയ്തതാണ് പെർഫെക്റ്റ്, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, കാരണം ഇത് നമ്മളുടെ ഇപ്പൊ ഈ പറഞ്ഞ ലാസ്റ്റത്തെ 5 കാര്യങ്ങൾ നമ്മുടെ എന്താ പറയാ അസൈൻമെന്റ് എഴുതി കൊടുക്കേണ്ട കാര്യങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യം. സോ അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഞാനൊന്ന്
റിവൈസ് ചെയ്യാണ്. നമ്മൾ 5 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇപ്പോ. ദാറ്റ് ഇസ് നെയിം ദ ഇമോഷൻ, ബ്രീത്തിങ് ടെക്നിക്, ഒരു 10 മിനിറ്റ് സ്റ്റഡി വിത്ത് സ്പ്രിന്റ് വിത്ത് ടി. അതായത് എന്തായിരുന്നു, ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ് എന്ന് പറഞ്ഞു. അതായത് ഇഷ്ടമല്ലാത്തതിനെ ഇഷ്ടമുള്ളതുമായി പെയർ ചെയ്യുക. പിന്നെ ഒന്നെന്താണ് എൻവയൺമെന്റ് ഡിസൈൻ. ഓക്കെ, നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ പരമാവധി മാറ്റി നിർത്തുക. കൂടുതൽ ഫോക്കസ് കിട്ടുന്നത് എവിടെയാണോ, എങ്ങനെ ഇരിക്കുമ്പോഴാണോ, എന്ത് ചെയ്യുമ്പോഴാണോ അത് ചെയ്യുക. ഓക്കെ, സോ വിത്ത് ദാറ്റ് സെൽഫ് റെഗുലേഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ്, ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് ഈസി. ഓക്കെ, ഇത് ഒരു 4 ക്വാഡ്രന്റ്. അതായത് ഇവിടെ കണ്ടോ, നമുക്ക് 4 ബോക്സ് ഉണ്ട്. ഇപ്പോ ഞാൻ ഈ വായിക്കുന്ന ശ്രദ്ധിക്കാം. TMA due soon, re-registration last date, exam day preparation. ഇതൊക്കെ ഏത് റോയിലാണ് വരുന്നത്? ഇമ്പോർട്ടന്റ് എന്ന റോയിലാണ് ഇത് വരുന്നത്. ഏർജന്റ് എന്ന കോളത്തിലാണ് ഇത് വരുന്നത്. സോ ഇതെന്താണ്? ഏർജന്റും ആണ്, ഇമ്പോർട്ടന്റും ആണ്. നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അസൈൻമെന്റ് ഡേറ്റിന് തന്നെ സബ്മിറ്റ് ചെയ്യണം. ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ആസ് വെൽ ആസ് ഏർജന്റ്. റീ-രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ഇമ്പോർട്ടന്റും ആണ്, ഏർജന്റും ആണ്. എക്സാം ഡേ പ്രിപ്പറേഷൻ, എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടി പോകാൻ പറ്റില്ല, ഇമ്പോർട്ടന്റും ആണ്, ഏർജന്റും ആണ്. അപ്പൊ ഇതെന്താണ്? നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, ഇനി ആരും ഫോഴ്സ് ചെയ്തിട്ടില്ലെങ്കിലും കമ്പൽ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഈ ഒരു ഫസ്റ്റ് കോളത്തിൽ വരുന്നത്. ദാറ്റ് ഈസ് ഏർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഒരു ക്വാഡ്രന്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് ഇമ്പോർട്ടന്റ് ആണോ, അർജന്റ് ആണോ? ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ട്, സോ വിൽ റിപ്പീറ്റ്. നിങ്ങൾ ഈ ഒരു സെക്കൻഡ് ഇതിലേക്ക് വരിക, അതായത് Q2 എന്ന് കൊടുത്തിരിക്കുന്ന ഇതിലേക്ക് വരിക. ലേൺ യൂണിറ്റ്സ് റെഗുലർലി, ഏർലി TMA ഡ്രാഫ്റ്റിംഗ്, PYQs പ്ലസ് കറക്ഷൻസ്, വീക്ക്ലി പ്ലാൻ. ഇത് വരുന്ന റോ ഏതാണ്? ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. യൂണിറ്റ്സ് പഠിക്കുക, TMA നേരത്തെ ഡ്രാഫ്റ്റ് ചെയ്യുക, PYQ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് ഏത് കോളത്തിലാണ് വരുന്നത്? ഇറ്റ്സ് നോട്ട് ഏർജന്റ്. കാരണം എന്താണ്? കൃത്യമായ ഡെഡ് ലൈൻ ഇല്ല, അതുകൊണ്ട് വെരി ഏർജന്റ് അല്ല. പക്ഷെ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് ഏർജന്റ്. ഇനി Q3യിലേക്ക് വരിക. അത് വരുന്നത് എന്താണ്? അർജന്റിന്റെ അടിയിലാണ്, പക്ഷെ ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഫാമിലി ഫ്രണ്ട് വിളിക്കുകയാണ്, നമുക്കിന്നൊന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാം. സോ എന്താണ്? അത് നമുക്ക് ഇന്ന് രാത്രിക്കാണ് വിളിക്കുന്നത്. അപ്പൊ പോവാണെങ്കിൽ ഇപ്പൊ പോകണം, ദറ്റ്സ് എൻ ഏർജന്റ് തിങ്. പക്ഷെ എന്താണ്? ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മളൊരു എക്സാമിലാണ്, നമ്മുടെ ഫ്രണ്ട് വിളിക്കുകയാണ്, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഉണ്ട്, ബട്ട് ഒരു ഫ്രണ്ട് എന്തെങ്കിലും ഒരു നീഡ് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ അപ്പൊ എന്താണ്? അത് ഏർജന്റ് നീഡാണ്, പക്ഷെ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണോ? അല്ല. അത് ആ ഫ്രണ്ടിന്റെ ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമ്മളുടെ ഇമ്പോർട്ടന്റ് കാര്യമല്ല. നെക്സ്റ്റ് ഇസ് Q4, ഓവർ അറേഞ്ചിങ് ഫോൾഡേഴ്സ്, സ്വിച്ചിങ് ഫോൺസ്, റീവാച്ചിങ് വീഡിയോസ് വിത്തൗട്ട് ടേക്കിംഗ് നോട്ട്സ്. അതായത് അൺനെസസറി കാര്യങ്ങൾ, ഭയങ്കര പെർഫെക്ഷനിസം കൊണ്ടുവരാൻ നോക്കുക. ചിലർ ഇങ്ങനെ മൈൻഡ് സെറ്റിൽ വെക്കും, എല്ലാ വീഡിയോ 2 പ്രാവശ്യം കാണണം. അപ്പൊ നമ്മൾ ഓൾറെഡി വളരെ ഫ്ലുവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പിന്നെയും ആ വീഡിയോ റീവാച്ച് ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വെറുതെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന റിജിഡ് കാര്യങ്ങളിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് വരുന്ന എവിടെയാണ്? നോട്ട് ഏർജന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്. ഒരു വീഡിയോ ഒരിക്കൽ കണ്ടപ്പോൾ മനസ്സിലായി, അത് വീണ്ടും വാച്ച് ചെയ്യണം എന്നുണ്ടോ? നോ. നോട്ട് ഇമ്പോർട്ടന്റ്. അത് ഏർജന്റ് ആണോ? നോ. അപ്പോ ഈ ക്വാഡ്രന്റില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? ഇപ്പൊ 4 കോളംസ് ഇവിടെ ഉണ്ട്, 1 2 3 4. 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്, ഏർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട് ഏർജന്റ്, നോട്ട് ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട് ഏർജന്റ്. ഇങ്ങനെ 4 രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഏതിനായിരിക്കും? തിങ്ക്. നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോ അതിന്റെ റിപ്ലൈ തരാം, ബട്ട് ബിഫോർ ഐ ടെൽ, നിങ്ങൾ എല്ലാവരും ഒന്ന്, ഐ ഗിവ് എ മിനിറ്റ്, നിങ്ങളത് 4 ഒന്ന് വായിച്ചിട്ട് ഏതിനായിരിക്കും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇമ്പോർട്ടന്റ് ആണ് ബട്ട് നോട്ട് ഏർജന്റ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അധികം ആൾക്കാർ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടാവുക ഇമ്പോർട്ടന്റ് ആൻഡ് ഏർജന്റ് ആണ്. ഈ Q1 അഥവാ ഇമ്പോർട്ടന്റ് പ്ലസ് ഏർജന്റ്, ഇത് ചിന്തിച്ച ആൾക്കാർ ഒരു തംസ് അപ്പ് തരുമോ? Q1 ചിന്തിച്ച ആൾക്കാർ ഒരു തംസ് അപ്പും Q2 ചിന്തിച്ച ആൾക്കാർ ഒരു തംസ് ഡൗണും തരും എനിക്ക്. ഞാനത് എന്തുകൊണ്ടാണ് Q2 ഇമ്പോർട്ടന്റ് ആയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഞാൻ വിചാരിച്ച പോലെ അധികം ആൾക്കാരും വിചാരിച്ചത് Q1 ആണ് ഇമ്പോർട്ടന്റ് എന്നാണ്. Q1 എന്താണെന്നറിയോ? നമ്മൾ എന്തായാലും ചെയ്യും. കാരണം എന്താണ്? അത് ഏർജന്റ് ആണ്. അസൈൻമെന്റ് ഡേറ്റ് അടുത്ത മാസം 30-ാം തീയതി കഴിയും. സോ അത് എന്തായാലും നമ്മൾ ചെയ്യും. റീ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ആണ്.
അത് ഏർജന്റ് ആണ്, ഡെഡ് ലൈൻ ഉണ്ട്, അതുകൊണ്ട് അത് എന്തായാലും നമ്മൾ ചെയ്യും. നമ്മൾ അതിന് എക്സ്ട്രാ എഫേർട്ട് ഇട്ടില്ലെങ്കിലും നമ്മൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കൃത്യമായി ചെയ്യും. ഈ നോട്ട് ഏർജന്റ് അല്ലാത്ത കാര്യങ്ങൾ എന്താണ്? ലേണിംഗ് യൂണിറ്റ്സ് റെഗുലർലി. എക്സാമിന്റെ തലേന്ന് നമ്മൾ എന്തായാലും പഠിക്കും, ബിക്കോസ് അത് അന്നത്തെ നീഡാണ്. അങ്ങനെയല്ല, ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ ഒരു 10 പേജ് കവർ ചെയ്ത് പോവുക എന്നുള്ളത് എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഏർജന്റ് അല്ല, കാരണം അവിടെ ഡെഡ് ലൈൻ വരുന്നില്ല. TMA ഏർലി ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുക. അസൈൻമെന്റ് നേരത്തെ ഡെഡ് ലൈനേക്കാൾ ഒരു 1 month ബാക്കേ ചെയ്ത് വെക്കുക. എന്താണ്? അവിടെ ഏർജൻസി ഇല്ല. അത് 1 മാസം മുമ്പേ ചെയ്ത് വെക്കണം എന്നുള്ള ഏർജൻസി ഇല്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന, അതായത് ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് ഏർജന്റ് ആയ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യും? നമ്മൾ എപ്പോഴും ഒരു നല്ല മൊമെന്റത്തിൽ അത് കീപ്പപ്പ് ചെയ്യും. ഈ ഏർജന്റ് ആയ കാര്യങ്ങൾ ചെയ്യുന്ന, ഈ ഏർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റിൽ വരെ എന്താണെന്നറിയോ? ഇന്ന് ഡേറ്റ് കഴിയും, ഇന്ന് ചെയ്യുന്നു. നാളെ അസൈൻമെന്റ് ഡേറ്റ് ലാസ്റ്റ് ആണ്, ഇന്ന് രാത്രി ഉറങ്ങാണ്ടിരുന്ന് എഴുതുന്നു. അതാണ് ഈ ഇമ്പോർട്ടന്റ് ആൻഡ് ഏർജൻസിയിൽ വരിക. ബട്ട് ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് ഏർജന്റിലാണ് എന്ത് വരിക? നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക, ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ള സാധനങ്ങൾ വരിക ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട് ഏർജന്റിലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സോ ഇത് മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഇത് നമ്മൾ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഏർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം, നോട്ട് ഏർജന്റ്. ഇപ്പൊ നോട്ട് ഏർജന്റ് ഇല്ലാത്തതുകൊണ്ട് എന്താണ്? നമ്മൾ കൃത്യം ഡെയിലി ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യണം. ഡെയിലി ഹാഫ് ആൻ അവർ, ഡെയിലി 1 hour, അല്ലെങ്കിൽ ഡെയിലി 1.5 hour എന്നിങ്ങനെയുള്ള രീതിയിൽ കാര്യം സെറ്റ് ചെയ്യണം. ഓക്കെ, ഡിഡ് യു ഗെറ്റ് ഇറ്റ്? സോ ദിസ് ഇസ് കോൾഡ് മൊമെന്റം ക്ലിനിക്. പ്രത്യേകിച്ച് ഒന്നുമില്ല. മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിനെയാണ് കേട്ടോ ഈ മൊമെന്റം. അതായത് നമ്മൾ നിന്ന് പോകരുത്. ഓക്കെ, മറ്റേ കെട്ടിക്കിടക്കുന്ന വെള്ളം പെട്ടെന്ന് ഡേർട്ടി ആവും. നമ്മൾ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കണം, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനെയാണ് നമ്മൾ ഈ ഒരു മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വാഡ്രന്റ് ഒന്ന് ജസ്റ്റ് മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ എന്താണ്? ഈ നോട്ട് ഏർജന്റ് ആയ കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താലാണ് എന്ത് സംഭവിക്കുക? നമുക്ക് ശരിക്കും ഒരു സക്സസിലേക്ക് എത്താൻ പറ്റുക, കൂടുതൽ കൺസിസ്റ്റന്റ് ആവാൻ പറ്റുക. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കലണ്ടറിലൊക്കെ നിങ്ങൾക്ക് ഇത് ശരിക്കും ചെയ്യാൻ പറ്റും. കാരണം ഓൺ എ ഡെയിലി ബേസിസ് ഈ നോട്ട് ഏർജന്റ് ആയ കാര്യങ്ങളല്ലേ നമുക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ ഏർജന്റ് ആയ പോയിന്റ് എത്തുമ്പോഴേക്കും നമ്മൾ ഇതിൽ അടിപൊളിയായിട്ടുണ്ടാവും. അതായത് ഇപ്പോ നെക്സ്റ്റ് വീക്ക് എക്സാം ആണ്, നമ്മളിത് 6 months ആയിട്ട് നമ്മൾ സെയിം കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്താണ്? നെക്സ്റ്റ് വീക്കിൽ എക്സാം വരുന്നത് നമ്മൾക്കൊരു പ്രശ്നമല്ല. സോ ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന കാര്യമാണ് നമ്മളെ സക്സസിന് നിരന്തരം ചെയ്യുന്നതാണ് നമ്മുടെ സക്സസിന് കാരണമാവുക ദാൻ ക്വാഡ്രന്റ് 1. ഓക്കെ, ക്വാഡ്രന്റ് 3ഉം 4ഉം അത്ര ഇമ്പോർട്ടന്റ് അല്ല. ത്രീ ഇസ് ലൈക്ക് നമുക്ക് നമ്മുടെ പ്രയോറിറ്റി കഴിഞ്ഞിട്ട് അടുത്തുള്ള പ്രയോറിറ്റൈസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയല്ല, നമ്മളുടെ കാര്യം മാറ്റി വെച്ച് നമ്മളൊരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യമായിരുന്നു. ഓക്കെ, അപ്പൊ അത് സെൽഫിഷ് ആവലല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് എ ബിറ്റ് ഓഫ് സെൽഫ് ലവ്. ഓക്കെ, അതിന് അങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഈ ഒരു Q4 ഇസ് ഓവർ ഡൂയിങ്. നമ്മൾ ഈ പെർഫെക്ഷനിസത്തിന് വേണ്ടി നടക്കലാണ്. ഈ Q4ൽ നമ്മളുടെ ഹോബീസ് ഒന്നും നിങ്ങൾ പെടുത്തരുത് കേട്ടോ. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, പെയിന്റ് ചെയ്താൽ എന്റെ ഹോബി പോകും. പക്ഷെ അത് ഈ ക്വാഡ്രന്റിൽ ഇടുമ്പോൾ എന്ത് പറ്റും? നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് ഏർജന്റിൽ വരും. അപ്പൊ ഈ Q4ൽ നിങ്ങളുടെ ഹോബികൾ, നിങ്ങളുടെ പാഷൻ ഒന്നും ഈ Q4 ക്വാഡ്രന്റ് 4ൽ കൊണ്ടിടരുത് കേട്ടോ. അത് എന്താണ്? ഓവർ ഡൂയിങ് തിങ്സ്, ആവശ്യമില്ലാതെ സ്വിച്ചിങ് ഫോൺസ്, റീവാച്ചിങ് വീഡിയോസ് ഒക്കെയാണ് അതിൽ വരേണ്ടത്. നമ്മൾ പ്രൊഡക്റ്റീവ് ആവുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? റെസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഹോബീസ് ഒക്കെ അതിൽ വരും. ഇപ്പൊ ഒരു 3 hours ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാല് ഹാവ് എ സ്മോൾ നാപ്പ്, അല്ലെങ്കിൽ ഒരു ചെറിയ പെയിന്റിങ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 2 pages ഓഫ് നോവൽ വായിക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ ഈ ക്വാഡ്രന്റിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഇപ്പൊ നോവൽ വായിക്കില്ല, നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് ഏർജന്റ്. സോ ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, സോ ഡിഡ് യു ഗെറ്റ് മീ? നിങ്ങൾ ഡെയിലി പ്ലാനിങ്ങിനേക്കാൾ വീക്ക്ലി പ്ലാൻ ചെയ്യുക. ഡെയിലി സൺഡേക്ക് ഒരു ടൈം ടേബിൾ, മൺഡേക്ക് ഒരു ടൈം ടേബിൾ, അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എന്ത് ചെയ്യുക? വീക്ക്ലി പ്ലാൻ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യുക. ബട്ട് ഡെയിലി ഇരുന്ന് ടൈം ടേബിൾ ഉണ്ടാക്കാതെ മേക്ക് എ വീക്ക്ലി പ്ലാൻ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ, ഇറ്റ്സ് ഫോർ എ നൈറ്റ് ഷിഫ്റ്റ് ലേണർ. അത് നിങ്ങൾ ഇത് വെറുതെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങളുടെ ടൈമിങ്സ് അനുസരിച്ച് അത് മാറ്റുക. ഇഫ് ഇറ്റ്സ് എ ഹോം മേക്കർ, രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ വരുന്നത് വരെയുള്ള ഒരു ഗ്യാപ്പ് കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും. ഫോർ മോർണിംഗ് ഷിഫ്റ്റ് ഉള്ള ഒരാൾക്ക് എന്താണ്? ഈവനിങ് ആയിരിക്കും കുറച്ചും കൂടെ ഫ്രീ. നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ഒരാൾക്ക് ഒരു ആഫ്റ്റർനൂൺ ടൈമാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. ആ ഒരു ഇതനുസരിച്ച് നിങ്ങളുടെ ഈ ഒരു ടൈമിംഗ് മാറ്റുക. ഇത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങളൊരു ഒന്ന് നോക്കുക. മോർണിംഗ് 12:30 to 2 ഒരു പേപ്പറിൽ ഇത്ര യൂണിറ്റ്സ് നോക്കുക.
നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങൾക്ക് ഒരു ദിവസം എത്ര പഠിക്കാൻ പറ്റും എന്നുള്ള കപ്പാസിറ്റിയും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയവും അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചോളൂ, ജസ്റ്റ് ഫോർ എ റെഫറൻസ്. ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ടൈം ടേബിൾ എന്നില്ല കേട്ടോ. ഓക്കെ, ഇനി പലരും ടൈം ടേബിൾ ഉണ്ടാക്കും, ബട്ട് അത് ഫോക്കസ് ചെയ്യാൻ പറ്റാറില്ല. വൈ? കാരണം എന്താണ്, നമ്മൾ ഉണ്ടാക്കുന്ന ടൈം ടേബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ടൈം ടേബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ, ഇതിപ്പോ ബ്രേക്ക് ചെയ്താൽ, ഇപ്പൊ സ്കൂൾ ടൈം ടേബിൾ ഉണ്ട്, ഫസ്റ്റ് ആർ ഇംഗ്ലീഷ്, സെക്കൻഡ് ആർ മാത്സ്. അപ്പൊ എന്താണ്, ഇംഗ്ലീഷ് ബുക്കും മാത്സ് ബുക്കും കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നമാവും. കാരണം എന്താണ്, അത് ടീച്ചർ തന്ന ടൈം ടേബിളാ. ഇവിടെ എന്താ, നമ്മളാണ് ടൈം ടേബിൾ ഉണ്ടാക്കുന്നത്. എന്താണ്, നമ്മൾ നമ്മളോട് ആൻസറബിൾ ആയിരിക്കണം. സോ എന്ത് ചെയ്യുക, ഒരാള് പുറത്തു പോകാൻ വിളിക്കുകയാണ്, ഇഫ് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് പറയുക, അതിന്റെ ക്ലാസ് അവേഴ്സ് ആണ്. നിങ്ങൾക്ക് ലേൺ വൈസിൽ അധിക ക്ലാസ്സസും റെക്കോർഡഡ് ആയിട്ട് കിട്ടും. അത് എന്താണ്, നിങ്ങളുടെ കൂടുതൽ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അത് ഡിലേ ചെയ്ത് എക്സാമിന്റെ തലേന്ന് ഇരുന്ന് മുഴുവൻ അറൌണ്ട് 200-300 അവറിന്റെ വീഡിയോസ് കാണാൻ പറ്റുമോ? ഇല്ല, നെവർ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈം ടേബിളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, നോ മാറ്റർ വാട്ട്. ഓക്കെ, ട്രീറ്റ് ദം ലൈക്ക് യുവർ റിയൽ ക്ലാസ് അവേഴ്സ്. ഇഗ്നോയിൽ ഒരു ഫാക്കൽറ്റി വന്നിരുന്ന ക്ലാസ് എടുക്കുകയാണ് എന്ന് കരുതി നിങ്ങളുടെ ആ ഒരു ടൈം ടേബിൾ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ ടൈമിൽ ഗസ്റ്റ് വരികയാണെന്ന് കരുതുക, ബട്ട് വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് നിങ്ങൾ റൂമിൽ കയറി ഇരിക്കുക, എനിക്ക് ക്ലാസ് ആണ് കേട്ടോ, 2 to 3 ഞാൻ ക്ലാസ്സിലായിരിക്കും, അത് കഴിഞ്ഞിട്ടേ ഞാൻ പുറത്തേക്ക് വരുള്ളൂ. ഓക്കെ, സോ എന്താണത്, നോൺ നെഗോഷ്യബിൾ ആയിരിക്കും. ആദ്യം ചിലപ്പോൾ 1-2 ദിവസം കാര്യങ്ങളൊക്കെ ഒന്ന് ഡോറിൽ മുട്ടും, പിന്നെ അവർക്ക് മനസ്സിലാവും എന്താണ്, നോ, ക്ലാസ് ടൈം ആണ്, അവർ വരില്ല പുറത്തേക്ക്. ഓക്കെ, പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ പറഞ്ഞു. എന്താ, ചിലർക്ക് റോഡ് സൈഡ് ആണ് വീടുന്നുണ്ടെങ്കിൽ ജനലിന്റെ പുറത്തുനിന്നുള്ള ഒച്ചയുണ്ടെങ്കിൽ ജനൽ ക്ലോസ് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ ഫോക്കസ് മോഡ് ഓൺ ആക്കുക, ഫോണിൽ നിന്ന് മറ്റ് ഗാഡ്ജറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇന്റർനെറ്റ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വീഡിയോസ് പ്രയർ ഡൗൺലോഡ് ചെയ്തിടാൻ നോക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിളിൽ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്താൽ അതൊരു 24 hours കവർ ചെയ്യാൻ നോക്കുക. അത് സ്കിപ്പ് ചെയ്ത് കളയരുതോ, ഇന്നലെ 2 to 3 പഠിച്ചില്ല, ഇനിയിപ്പോ നാളേക്ക് വെക്കാം. അപ്പൊ നിങ്ങളുടെ മൊത്തം ടൈം ടേബിൾ തെറ്റാണ്. മറിച്ച് ബാക്കിയുള്ള ദിവസങ്ങളുടെ ടൈം ടേബിൾ അതുപോലെ വെച്ചിട്ട് മിസ് ഔട്ട് ആയത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇടയിൽ എപ്പോഴെങ്കിലും കവർ അപ്പ് ചെയ്യുക. ഡു നോട്ട് സ്കിപ്പ്. അതെന്തായാലും നിങ്ങൾ റീസ്കെഡ്യൂൾ ചെയ്ത് കവർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിൽ എന്താണ്, നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ടൈം ടേബിൾ ആണ് ആൻഡ് യു ആർ ആൻസറബിൾ ടു യു. ഓക്കെ, നിങ്ങളുടെ വില്ലിങ്നെസ്, നിങ്ങളുടെ റെഡിനെസ് പഠിക്കാനുള്ള എത്രയുണ്ട് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ ഒരു സ്റ്റിക്കിംഗ് ഓൺ. നിങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ ഉള്ള ഒരു മെത്തേഡാണ് 1:25/5 സ്പ്രിന്റ് എന്ന് പറയും. അതായത് ചൂസ് 1 ടാസ്ക്. ഒന്നില്ലെങ്കിൽ കുറെ ആൾക്കാര് എന്ത് ചെയ്യുന്നറിയോ, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പോകും. ഒരു യൂണിറ്റ് വായിക്കുക, അരമണിക്കൂർ വായിക്കുക, അരമണിക്കൂർ പഠിക്കുക, അരമണിക്കൂർ എഴുതുക. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ എപ്പോഴും ഒരു ഓർഡർ ഇഷ്ടമാണ്. ഒരേ കാര്യം നമ്മൾ ഒരുമിച്ച്, അതുകൊണ്ടാണ് ഈ ഷോർട്സ് കാണരുത് എന്ന് പറയുന്നത്. വൈ? ഒരു ഷോർട്ട് കഴിഞ്ഞാൽ വളരെ അൺറിലേറ്റഡ്, ഒരു ബന്ധമില്ലാത്ത വീഡിയോ ആണ് അടുത്തത് വരുന്നത്. പക്ഷെ നമ്മുടെ ബ്രെയിനിന് താല്പര്യം എന്താണ്, കൂടുതൽ പഠിക്കാൻ എളുപ്പം എന്താണ്, ഒരേ ടോപ്പിക്കിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു 25 minutes ഒരു ടാസ്ക് ചെയ്യാം. നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വായിക്കുക, എഴുതുകയാണെങ്കിൽ എഴുതുക. ഒരു 25 minutes ടൈമർ വെക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. ഈ 25 minutes കഴിയുമ്പോൾ 5 minutes ബ്രേക്ക്, വീണ്ടും 25 minutes 5 minutes ബ്രേക്ക്. ഒരു 4 times ആ ഒരു സൈക്കിൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോങ് ബ്രേക്ക് എടുക്കാം, ഒരു 20 minutes 15 minutes. നമ്മളിപ്പോ ഇഗ്നോയിൽ പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പോർഷൻസ് കവർ ചെയ്യാനില്ലേ. സോ ഈ 25 minute നമുക്ക് നല്ലത് 50/10 ഡീപ്പ് വർക്ക് ആണ്. ഓക്കെ, റിവിഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ മേ ബി എന്താണ്, ഈ സ്പ്രിന്റ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ഒരു കാര്യം ആദ്യമായിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ഈ ഡീപ്പ് വർക്ക് ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാം. ദാറ്റ് ഇസ് ചൂസ് 1 to 2 ഹെവിയർ ടാസ്ക്. 1 തന്നെയാണ് എപ്പോഴും സ്റ്റിക്കിംഗ് ഓൺ ടു 1 ടാസ്ക് ആണ് കേട്ടോ നല്ലത്. റൈറ്റിംഗ് ആണെങ്കിൽ റൈറ്റിംഗ്, റീഡിംഗ് ആണെങ്കിൽ റീഡിംഗ്, സ്റ്റഡിങ് ആണെങ്കിൽ സ്റ്റഡിങ്. സെറ്റ് 15 minute ടൈമർ, 50 minutes ഇരിക്കുക. എന്നിട്ട് എന്താണ്, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക, ദെൻ ബ്രേക്ക് ഫോർ 10 minutes. ബിക്കോസ് ഈ 25 minutesന്റെ പ്രശ്നം നമ്മളൊന്ന് സ്റ്റാർട്ടപ്പ് ആയി വരുമ്പോഴേക്കും പെട്ടെന്ന് 25 minutes കഴിയും. സോ അത് നൈസ് ആവില്ല. സോ 50 minutes. സോ പഠിച്ചിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ യു ക്യാൻ ഫോളോ ദിസ് 25/5 സ്പ്രിന്റ്. ഒരു 2-3 days അത് ഫോളോ ചെയ്തിട്ട് അത് 50 minutes ആക്കുക. ഈ 50 minutesന്റേതായിരിക്കും കൂടുതൽ ബെറ്റർ. 50 minutes പഠിക്കുക, 10 minutes ബ്രേക്ക് എടുക്കുക, 50 minutes പഠിക്കുക, 10 minutes ബ്രേക്ക് എടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, ഈ 25/5 ആ ഒരു റാപ്പിഡ് പ്രോഗ്രഷനേക്കാൾ ബെറ്റർ ഈ 50/10 ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഒരു ടൈമർ വെക്കാൻ നോക്കുക. ഈ 50 minutesന് നമുക്ക് ഫോണിലൊക്കെ അലാം അടിക്കുന്ന പോലെ ടൈമർ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ടൈം പീസ് യൂസ് ചെയ്യാം. എപ്പോഴും ടൈം ലിമിറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ അച്ചീവബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, 50 minute ഇത്ര പേജ്,
അത് കൂടുതൽ അച്ചീവബിൾ ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യും. ഓക്കെ, എവിടെ നിന്നാണ് ഇതിനൊക്കെയുള്ള മോട്ടിവേഷൻ കിട്ടുക? മോട്ടിവേറ്റ് യുവർ സെൽഫ്. പുറമേ എന്നുള്ള മോട്ടിവേഷനേക്കാളൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുക ഇസ് യുവർ സെൽഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിത് നേടണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഡെപ്ത് മതി നിങ്ങളുടെ മോട്ടിവേഷൻ. ഓക്കെ, ഓവർ വർക്ക് ചെയ്യരുത്, ഓവർഡു ചെയ്യരുത്. ദാറ്റ് ഇസ്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം 8-10 മണിക്കൂർ പഠിക്കുന്നവരുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു റിയലി ഹെൽപ്പ് യു. അതിന് പറയാൻ എന്താണ്, ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഡെയിലി 20 മിനിറ്റ് എങ്കിൽ 20 മിനിറ്റ് പഠിക്കുക. ബട്ട് ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഒരു ഡെയിലി 2 hours 2.5 hours നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സ്കോർ റിയലി ഗുഡ് ഇൻ യുവർ എക്സാംസ്. ഓക്കെ, അതിന്റെ ഇടയിൽ ബ്രേക്ക് എടുക്കാം. ഈ 2.5 hour ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുക്കാം. അത് കണ്ടിന്യൂസ് ആയിട്ടല്ല, 30 minutes 5 minutes ബ്രേക്ക്, 30 minutes 5 minutes ബ്രേക്ക്, ആ ഒരു രീതിയിൽ ഒരു 2.5 hours. ഓക്കെ, സോ വർക്കിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ബ്രേക്സിനെയും പ്രയോറിറ്റൈസ് ചെയ്ത, കാരണം ബ്രേക്സ് എന്താണ്, നമ്മളുടെ ഒരു ചാർജിങ് ഫെസിലിറ്റി പോലെയാണ്. ബ്രെയിനിനെ പയ്യെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ തന്നെ പഠിപ്പിക്കുക. ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഫോക്കസ് കിട്ടില്ല, ദാറ്റ്സ് ഓക്കെ, 2 പേജിൽ നിർത്താം. നെക്സ്റ്റ് ഇയർ 3 പേജ് ആക്കാൻ നോക്കുക, 4 പേജ് ആക്കാൻ നോക്കുക. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാൻ പണ്ടേ ഇങ്ങനെയാണ്, എനിക്കിനി മാറാൻ പറ്റില്ലല്ലോ. നമ്മുടെ ബ്രെയിൻ ഒരിക്കലും അങ്ങനെ വാശി പിടിക്കുന്നില്ല, നമ്മളാ വാശി പിടിക്കുന്നത്. ബ്രെയിൻ ഇസ് എ കോംപ്ലെക്സ് സ്ട്രക്ചർ, പക്ഷെ എന്താണ്, വെരി ഫ്ലെക്സിബിൾ ആണ് ബ്രെയിൻ. ഇപ്പോ ഒരു ആക്സിഡന്റിൽ നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാലും ബ്രെയിൻ വിൽ നെവർ സ്റ്റോപ്പ് വർക്കിംഗ്. ആ ബ്രെയിനിന്റെ പണി ബാക്കിയുള്ള നമ്മുടെ ബ്രെയിൻ പാർട്സ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി സ്റ്റിൽ ഫങ്ഷൻ ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് ഹൗ പവർഫുൾ ആ ബ്രെയിൻ ഇസ്. സോ നമ്മുടെ ബ്രെയിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബ്രെയിനെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ തന്നെ പയ്യെ പഠിക്കുക. Then there is something called പാർക്കിൻസൺസ് ലോ. പാർക്കിൻസൺസ് ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടൈം ലിമിറ്റ് വെച്ച് പഠിക്കുക എന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇന്ന് വൈകുന്നേരം മൊത്തം പഠിക്കുക. എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് നിങ്ങളുടെ വൈകുന്നേരം? 4 to 8 ആണോ വൈകുന്നേരം? 6 to 8 ആണോ വൈകുന്നേരം? 6:30 to 7 ആണോ വൈകുന്നേരം? അപ്പൊ അതിന് പകരം എന്ത് ചെയ്യുക, ഐ കംപ്ലീറ്റ് 2 PYQ in 45 minutes. അങ്ങനെ കൃത്യമായിട്ടുള്ള ഡെഡ് ലൈൻ വെച്ച് പഠിക്കാം. ഇന്ന് ഉച്ചക്ക് പഠിക്കാം. എപ്പോഴാണ് ഈ ഉച്ച? സോ അത് മാറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റ്സ് വെക്കുക എന്നുള്ളതാണ്. സോ ജസ്റ്റ് ഇത്രയും നേരം പറഞ്ഞ എല്ലാത്തിനെയും ഒന്ന് ഇത് ചെയ്യാണ്. ആൻഡ് നമ്മുടെ സ്റ്റെപ്സ് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ പഠിക്കുക എന്നുള്ള ജേർണി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, മേക്ക് ഇറ്റ് ഒബ്വിയസ്. മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹാബിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പഠിക്കുക, ഡെയിലി 20 minutes ഡെയിലി 30 minutes ഒക്കെ പഠിക്കുക എന്നുള്ളത് നമ്മളുടെ ഹാബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ കാര്യങ്ങളാണ്. ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന വ്യക്തിയുടെ 4 ലോ. ഈ വ്യക്തിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ബട്ട് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദാറ്റ് ഇസ് ഓൾസോ വേൾഡ് ഫേമസ് ബുക്ക്. ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് ജെയിംസ് ക്ലിയർ. സോ ഈ ജെയിംസ് ക്ലിയർ ഒരു സിമ്പിൾ ഹാബിറ്റ് ബ്ലൂ പ്രിന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ഹാബിറ്റ് അല്ലാത്ത ഒരു കാര്യത്തിനെ നമ്മളുടെ ഒരു ഹാബിറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 4 കാര്യങ്ങൾ. വൺ ഇസ് മേക്ക് ഇറ്റ് ഒബ്വിയസ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ സ്പെസിഫിക് ആവുക. എപ്പോഴെങ്കിലും ഇന്ന് പഠിക്കണം അങ്ങനെയല്ല. ടു മേക്ക് ഇറ്റ് ഹാബിറ്റ്, എവറി ഡേ മോർണിംഗ് 8:30 to 9 എനിക്ക് പഠിക്കണം. കൂടുതൽ ക്ലിയർ ആക്കുക, ക്ലാരിറ്റി കൊണ്ടുവരിക. ഓക്കെ, ഡിന്നർ കഴിഞ്ഞിട്ട് പഠിക്കണം, അല്ലെങ്കിൽ എല്ലാ വെനസ്ഡേസും ഇന്ന വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഒബ്വിയസ് ആക്കുക, കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കുക. നെക്സ്റ്റ് ഇസ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. നേരത്തെ പറഞ്ഞ പ്രീമാക് പ്രിൻസിപ്പിൾ, ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് കൊണ്ടുവരുന്നതിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാബിറ്റുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ചായ ഭയങ്കര ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമല്ല. അപ്പൊ എന്താണ്, ചായ കുടിച്ച് എഴുതുക. നമുക്ക് സ്ലൈറ്റ് മ്യൂസിക് ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമല്ല, അപ്പൊ മ്യൂസിക് വെച്ച് എഴുതി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ വീടിന്റെ അടുത്തൊരു സ്നാക്ക് ഷോപ്പ് ഉണ്ട്. അപ്പൊ എന്താണ്, സെൽഫ് റിവാർഡ് ചെയ്യുക. ഞാൻ 5 പേജ് എഴുതിയാൽ അവിടെ പോയി സ്നാക്ക് മേടിക്കാം എന്നിങ്ങനെ രീതിയിലുള്ള മേക്ക് ദ ന്യൂ ഹാബിറ്റ് അട്രാക്റ്റീവ്. ഇത് ഹാബിറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി വേണ്ടേ, അതിനെ അട്രാക്റ്റീവ് ആക്കാം. നെക്സ്റ്റ് ഇസ് മേക്ക് ഇറ്റ് ഈസി. ഇന്ന് പഠിച്ചു തുടങ്ങണം, അപ്പൊ ഇന്ന് തന്നെ ഞാൻ ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്യണം. നോ, യു ഡോണ്ട് ഹാവ് ടു റഷ്. സ്റ്റാർട്ട് സിമ്പിൾ, സ്റ്റാർട്ട് സ്മോൾ. ഇന്ന് ഞാൻ 1 പേജ് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, അത് കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് ആയി 1 പേജ് അല്ലേ, വേഗം കഴിഞ്ഞു. നാളെ അത് 2 പേജ് ആക്കാം. സോ മേക്ക് ഇറ്റ് ഈസി, ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. ഫൈനലി മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കഴിഞ്ഞു എന്നുള്ള ഫീൽ കിട്ടണം. ഫസ്റ്റ് ഡേ തന്നെ ഇന്ന് 50 പേജ് പഠിക്കാം എന്ന് തീരുമാനിക്കണം. പറ്റില്ല, ഞാൻ 10 പേജിൽ നിർത്തുകയാണ്. അപ്പൊ എന്ത് പറ്റും, 50 പേജ് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് 10ൽ നിന്നുപോയി, സാറ്റിസ്ഫൈഡ് ആയില്ല. സോ എന്ത് ചെയ്യുക, 1 പേജ് കഴിഞ്ഞു, അപ്പൊ എന്ത് ചെയ്യുക, ഡൺ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. നമ്മളിപ്പോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ബോക്സസ് ഉണ്ടാക്കിയിട്ട് അത് ടിക്ക് ചെയ്യുക. ഓക്കെ, ഡൺ, അത് കഴിഞ്ഞു. അതൊരു ഹാപ്പി തിങ് ആണ് അല്ലെ.
അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അത് ക്യാൻ ബി എ ടിക്, അല്ലെങ്കിൽ വീട്ടിൽ ആരോടെങ്കിലും ഇന്നത്തെ വർക്ക് കഴിയും എന്ന് പറയുന്നതാവാം, അല്ലെങ്കിൽ ഡെയിലി ആഫ്റ്റർ യുവർ സ്റ്റഡീസ് ഒരു പാട്ട് കേൾക്കാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ട് കേൾക്കുന്നതാവാം. ഒരു മേക്ക് എ ക്ലോഷർ, നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് റിവാർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, യെറ്റ് വെരി എഫക്റ്റീവ്. മേക്ക് ഇറ്റ് സോ സ്മോൾ, ഇറ്റ്സ് ഹാർഡ് ടു സ്കിപ്പ്. അതായത് വളരെ ഈസി ആക്കുക. ഇത്രയും ഈസി ആയ കാര്യം ഞാൻ എന്തിനു ചെയ്യാണ്ടിരിക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന രീതിയിൽ ആ ഹാബിറ്റിനെ ആക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്റ്റാർട്ടിങ് ട്രബിൾ കുറക്കാനുള്ള ഒരു സംഗതിയാണ് കേട്ടോ. അത് ഓൾറെഡി നമ്മളിലുള്ള ഒരു ഹാബിറ്റ്, ഇപ്പൊ നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യാറില്ലേ, അത് പുതിയ ഹാബിറ്റ് അല്ലല്ലോ. ഓക്കെ, ഡെയിലി ബ്രഷ് ചെയ്ത് വന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ SLM വായിക്കണം. ദാറ്റ് ഇസ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഓൾറെഡി ഉള്ള ഒരു ഹാബിറ്റിന്റെ കൂടെ മറ്റൊരു ഹാബിറ്റിനെയും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കും, സോ എല്ലാ ദിവസവും വിത്ത് മോർണിംഗ് ചായ അല്ലെങ്കിൽ ആഫ്റ്റർ മോർണിംഗ് ചായ ഒരു കോൺസെപ്റ്റ് വായിക്കും. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പഠിച്ചതിന് ശേഷം റിവിഷൻ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം റിവിഷൻ ചെയ്യണം. സോ നമ്മൾ ഡെയിലി ഓൾറെഡി കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് പുതിയ കാര്യങ്ങളെ നമ്മൾ യോജിപ്പിക്കുക. സ്റ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ വെക്കുന്നതിനെയാണ് സ്റ്റാക്ക് ചെയ്യാന്ന് പറയാം. അപ്പൊ ഓൾറെഡി ഉള്ള ഹാബിറ്റിന്റെ മുകളിലേക്ക് നമ്മുടെ പുതിയ ഹാബിറ്റിനെ വെക്കുക. ഓക്കെ, സോ ഇഗ്നോ സ്റ്റഡി ഹാബിറ്റ്സിലേക്ക് വരുമ്പോൾ അത് സ്റ്റാക്ക് ചെയ്യാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തേക്കാണ്. ഷോസ് അപ്പ് ഫോർ 10 minutes ഈവൻ ഓൺ ബിസി ഡേയ്സ്. എത്ര ബിസി ആണെങ്കിലും എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതിനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ് ഇസ് ഈ ഒരു ഇഗ്നു കോഴ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു സ്റ്റഡി ടൈം നമ്മളുടെ ഹാബിറ്റ് ആവണം. ദാറ്റ് ഇസ് നമുക്ക് രാവിലെ പല്ല് തേച്ചില്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ല, അയ്യോ ഞങ്ങൾ പല്ലിച്ചില്ലല്ലോ. അതേ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ എത്തണം. ഓ, ഇന്ന് ഞാൻ ഇഗ്നുവിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. ദാറ്റ്സ് ഈസി. എത്തും. ഫിനിഷ് വാട്ട് ഐ സ്റ്റാർട്ട്, വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. അതാണ് എല്ലാ ദിവസവും ഒരുപാട് ചെയ്യണ്ട, പക്ഷെ തുടങ്ങി വെക്കുന്നത് തീർക്കുക. ഒരു പേജാണ് വായിക്കാൻ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് പേജിലെ ഫസ്റ്റ് വേർഡ് വായിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻഡ് ഇറ്റ്. കാരണം നമ്മുടെ ബ്രെയിനിന് ഒരു സ്വഭാവമുണ്ട്, തീർക്കാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിന് സൈഗാർണിക് എഫക്റ്റ് എന്നൊക്കെ പറയും. തുടങ്ങിയ സാധനങ്ങൾ മുഴുവിപ്പിക്കുക. അല്ലെങ്കിൽ അതൊരു എന്താ പറയാ, ഒരു നല്ല സ്റ്റുഡന്റിന്റെ ഒരു സൈൻ അല്ല കാര്യങ്ങൾ തുടങ്ങിയിട്ടിട്ട് മുഴുവിപ്പിക്കാതിരിക്കുക. സോ ഈവൻ ഇഫ് ഇറ്റ് സ്മോൾ, ഫിനിഷ് വൺസ് യു സ്റ്റാർട്ട്. നമ്മൾ ഒരു ദിവസം അറൌണ്ട് എത്ര പ്രാവശ്യം നമ്മുടെ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ടാവും? നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇപ്പൊ പുതിയ വരുന്ന എല്ലാ ഫോണിലും നമുക്ക് എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ ഫോൺ എടുത്ത് സ്ക്രീൻ ഓപ്പൺ ആയി എന്ന് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പൊതുവേ ഉള്ള ആൾക്കാരുടെ ഒരു ആവറേജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 60 to 100 ഒക്കെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, റൈറ്റ്സ് 1 TMA പോയിന്റ് ബിഫോർ ചെക്കിംഗ് മൈ ഫോൺ. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഫോൺ എടുത്ത് വെച്ചിട്ട് ഒരു പോയിന്റ് എഴുതുക. അപ്പൊ എന്താണ്, ഒരു ദിവസം 60 പോയിന്റ്, അറൌണ്ട് 2-3 ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റും. നല്ലൊരു പരിപാടിയാണത്. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ഫോൺ നോക്കലുമായിട്ട് നിങ്ങളുടെ ഈ ഒരു ഹാബിറ്റിന് നിങ്ങൾ പെയർ ചെയ്യണം. സോൾവ് 1 PYQ എവറി ഡേ. എല്ലാ സൺഡേയും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. കീപ്സ് ഓൺലി 1 കോഴ്സ് ഓപ്പൺ അറ്റ് എ ടൈം. ഒരേ സമയത്ത് എഴുത്തും വായനയും പഠിപ്പും റിവിഷനും എല്ലാം ഒരുമിച്ച് ചെയ്യരുത്. കീപ് ഓൺലി 1 കോഴ്സ് അല്ലെങ്കിൽ ഒരു പേപ്പർ അറ്റ് എ ടൈം കവർ ചെയ്യുക. ഓക്കെ, ഇത് കുറച്ച് എക്സാമ്പിൾസ് തന്നതാണ്. യു വിൽ ഹാവ് യുവർ ഓൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. സോ വിത്ത് ദാറ്റ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്യാണ്. മെയിൻ ആയിട്ട് പറയാനുള്ളത്, സ്മാർട്ട് ഗോൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സഡ് മൈൻഡ് സെറ്റ് നമ്മൾക്ക് വേണ്ട, ലീവ് ഇറ്റ് ഓഫ് ദെയർ. ഓക്കെ, നമ്മുടെ ബ്രെയിൻ വളരെ ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ വിചാരിച്ചാൽ മാറും. അത് ഇനിയിപ്പോ നിങ്ങൾ എത്ര ഏജ് ഉള്ളവരായാലും മാറും. മറ്റേ ഈ ചുട്ടയിലെ ശീലം ചുടല വരെ, അതൊക്കെ വെറുതെ ആണെന്ന് ഓൾറെഡി പ്രൂവൺ ആണ് കേട്ടോ. ഒരു 21 to 30 ഡേയ്സിൽ പുതിയ ഹാബിറ്റ് ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. സോ എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, സെൽഫ് റെഗുലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, നെയിമിംഗ് ആൻഡ് ടൈമിംഗ് ഇറ്റ്, ബ്രീത്ത് ടെക്നിക്സ്, എൻവയൺമെന്റൽ മോഡിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു ക്വാഡ്രന്റ് ഡിസ്കസ് ചെയ്തു. അതിൽ സെക്കൻഡ് ക്വാഡ്രന്റ്, അതായത് വളരെ ഇമ്പോർട്ടന്റും ആയ എന്നാൽ അത്ര അർജന്റും അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ദാറ്റ് വിൽ ഷുവർലി ലീഡ് യു ടു സക്സസ്. ബി കൺസിസ്റ്റന്റ്. എല്ലാ ദിവസവും 20 മിനിറ്റ് എങ്കിൽ 20 മിനിറ്റ്, ബട്ട് ഡെയിലി. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഹാബിറ്റിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ആൻഡ് ദർ ഇസ് നത്തിങ് കോൾഡ് പെർഫെക്ഷനിസം. നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ രീതിയിൽ ഡിഫറെന്റ് ആണ്. ഒരാൾ ഒരു മാസം മുമ്പേ എല്ലാ അസൈൻമെന്റും എഴുതി കഴിഞ്ഞു ഡസന്റ് മീൻ ഞാനും അതുപോലെ ചെയ്യണം. ഇറ്റ്സ് ഓൾ ഡിഫറെന്റ്. നമ്മള് ബാക്ക്ഗ്രൗണ്ട്സ് ഡിഫറെന്റ് ആണ്, നമ്മളുടെ കോഴ്സുകൾ ഡിഫറെന്റ് ആണ്, നമ്മളുടെ എല്ലാവരുടെയും ലിവിങ് കണ്ടീഷൻസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യും എന്ന് ഞാൻ കരുതാണ്. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കോഴ്സ്. ആൻഡ് വിത്ത് ദാറ്റ്
ഐ ആം വൈൻഡിങ് അപ്പ്. ഇനി ഇതിന്റെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ രീതിയിലേക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം, ഈ ഗോൾ എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഐ ആം ഗിവിംഗ് ടു റൈസർ. ഒരു 250+ പാർട്ടിസിപ്പൻസ് നമുക്ക് ഈ ഒരു സെഷനിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സെഷൻ വളരെ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇപ്പം സെഷനിലുള്ള നിങ്ങളെല്ലാവരും സ്പെഷ്യൽ ആയിട്ടുള്ളവർ തന്നെയാണ്. അത്രയും വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ ഓരോ സെഷനും നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് പ്രത്യേകം താങ്ക്സ് പറയുകയാണ്. സോ നമുക്ക് ഇപ്പോഴും നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഓരോ സെഷന് കഴിയുമ്പോൾ നമ്മൾ ആക്ഷൻ ടാസ്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി കുറച്ചൊരു ടെക്നിക്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഗോൾ സെറ്റിങ്ങും ഹാബിറ്റ് ഫോർമേഷനും ഒക്കെ തന്നെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ വളരെ അറ്റൻഡ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ആക്ഷൻ ടാസ്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഇനി സെഷൻ ഇൻ ബിറ്റ്വീൻ അത് കയറിയവരുണ്ടെങ്കിൽ കൂടിയും ആക്ഷൻ ടാസ്കിൽ ആ ഒരു ഗൂഗിൾ ഫോമിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രീനിൽ. സോ ആക്ഷൻ ടാസ്കിൽ നമ്മുടെ ടാസ്കുകൾ ഇവിടെ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം സ്മാർട്ട് ഗോൾ ഫോർ നെക്സ്റ്റ് 30 days ആണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ആക്ഷൻ ടാസ്ക്. ഇനീഷ്യലി നിങ്ങളുടെ നെയിമും എൻറോൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാമും മെന്റർ LSC നെയിമും ഒക്കെ ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഒന്നുകൂടി ഒന്ന് അവിടെ ചെയ്യാൻ വിട്ടുപോകാണ്ടിരിക്കുക. ഓരോ സ്റ്റെപ്പും കഴിയുമ്പോഴേ അടുത്തതിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതും ഉറപ്പുവരുത്തുക. സോ ഫസ്റ്റ് നെക്സ്റ്റ് 30 daysലോട്ടുള്ള സ്മാർട്ട് ഗോൾ ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ എക്സാമ്പിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ സെക്കൻഡ് വരുന്നത് ലീഡ് മെഷർ ആൻഡ് ട്രാക്കിംഗ് പ്ലാൻ ആണ്. അപ്പൊ അതിലെങ്ങനെയാണ് നമ്മൾ ഓരോ നമ്മുടെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിളും അവിടെ ഗിവൺ ആണ്. പിന്നെ ട്രാക്കിംഗ് മെത്തേഡ് എങ്ങനെയായിരിക്കും യൂസ് ചെയ്യുക എന്നുള്ളത്, ഗൂഗിൾ ഷീറ്റ് ആണോ, നോട്ട്ബുക്ക് ആണോ, മൊബൈൽ ആപ്പ് ആണോ എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. ടൈം ബ്ലോക്ക് പ്ലാനിങ് അടുത്തത് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഏതൊക്കെ ഡേ ടൈം വാട്ട് വിൽ ഡു എന്നുള്ള രീതിയിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ടൈമിലും ഓരോ ദിവസവും എന്താണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ കൊടുക്കുക. അതിന്റെ ഒരു മോഡൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾസ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഏത് ഫോക്കസ് മെത്തേഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സെഷനിലും നമ്മുടെ മാം ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള 2-3 മെത്തേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യൽ മെത്തേഡ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഐഡന്റിഫൈ ഹാബിറ്റ് ആൻഡ് ഹാബിറ്റ് സ്റ്റാക്ക് ആണ്. അപ്പം അതിൽ വരുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾക്കൊരു സെന്റൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാന്നുള്ളത്. അപ്പൊ ഹംന മാം സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇതും വരുന്നത്. പിന്നെ ഉള്ളത് ലേണിംഗ് ഐഡന്റിഫൈ സ്റ്റേറ്റ്മെന്റ് ആണ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫിറ്റ്സ് ആയിട്ട് തോന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക്. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ആക്ഷൻ ടാസ്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഇന്നത്തെ സെഷൻ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും, റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പൊ ആക്ഷൻ ടാസ്ക് എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഓക്കെ, സോ അടുത്തത് നമുക്ക് ആക്ഷൻ ടാസ്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇന്നൊരു പുതിയൊരു ഒരു കാര്യം കൂടി ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ പേരാണ് ഇഗ്നോ മൊമെന്റം മാപ്പ് എന്ന് പറയുന്നത്. അതും ഇങ്ങനെ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഷെയർ ചെയ്യും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അത് ആ ഒരു മൊമെന്റം മാപ്പിന്റെ ഗൂഗിൾ ഫോം ഇപ്പം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്കത് റിലീസ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ മൊമെന്റം മാപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് പ്ലാൻ നിങ്ങൾക്കൊരു ഫോം തരും. ആ ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെ ഒരു അക്കാഡമിക് പ്ലാൻ, ഞാൻ അതിന്റെ ഒരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു PDF ഫയലായിട്ട് നമ്മളത് ഒരു മൊമെന്റം പ്ലാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ്സ്, നിങ്ങളുടെ ടേം ആൻഡ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അസൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ അത് മാനേജ് ചെയ്യാം, എങ്ങനെ ടൈംലി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൽ ആ ഒരു PDF ഫയലിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള PDF ഫയലായിരിക്കും. നിങ്ങൾ ഫില്ല് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു മൊമെന്റം പ്ലാന് നൽകുന്നുണ്ടാവും. അപ്പം ഇത് പെട്ടെന്ന് ചെയ്യേണ്ടതല്ല. നിങ്ങൾക്ക് ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 1 month ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഗ്രാംസിനെ കുറിച്ച്, നിങ്ങളുടെ സബ്ജക്ട്സിനെ കുറിച്ചും, അസൈൻമെന്റ് എഴുതുന്നതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിലബസ് ഡീകോഡിങ്ങിലൂടെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് വൺസ് നിങ്ങൾ ടൈം ടേബിളൊക്കെ അനുസരിച്ച് ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു
ഏകദേശം ഒരു ബ്രോഡ് ഐഡിയ കിട്ടും. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മെന്ററെ കണക്ട് ചെയ്യാം. പിന്നെ ആ ഫോമിന്റെ ലിങ്ക് ഓറിയന്റേഷന്റെ ശേഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. അത് മെന്ററോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിതൗട്ട് മെന്റർഷിപ്പിലാണെങ്കിൽ LSCനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഫോം എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. കുറച്ചധികം ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റം മാപ്പ് എന്നുള്ള രീതി ഒരു PDF ഫയൽ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇഗ്നോ അക്കാഡമിക് പ്ലാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ അതിൽ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഒരു 45 മിനിറ്റ്സ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യമായിരിക്കും മിനിമം. പക്ഷെ അത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും. അപ്പൊ ഞാൻ അതിന്റെ ഒരു സാമ്പിൾ ഒരു PDF കാണിക്കാം. അപ്പൊ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ ഒരു കവർ പേജ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ സ്മാർട്ട് ഗോൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുള്ള കാര്യം ബേസ് ചെയ്തുകൊണ്ട് ഓരോ പേപ്പറും എങ്ങനെ എത്ര ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, അപ്പൊ അത് എപ്പോഴാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അതിന്റെ ബേസിസിൽ നമുക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ടും കൂടി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു വർഷത്തെ ഏകദേശം ഒരു സെമസ്റ്റർ വൈസ് ആണെങ്കിൽ ഒരു വർഷത്തെ തന്നെ ആയിരിക്കും. സെമസ്റ്റർ ആണെങ്കിൽ 2 സെമും കൂടി കൂട്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് തെളിങ്ങുന്നുണ്ടാവുക. അപ്പൊ അത് പ്യുവർലി ബേസ്ഡ് ഓൺ യുവർ ഫോം ഫില്ലിങ്ങിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക. ഇനി ഫോം ഫില്ലിങ്ങിൽ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിൽ വെൻഡേഴ്സുമായി നമ്മൾ കണക്ട് ചെയ്യും നിങ്ങളെ, എന്നിട്ട് വീണ്ടും അതൊന്ന് റീവിസിറ്റ് ചെയ്യാൻ പറയും. അപ്പം ഈ ഫോമിൽ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. അപ്പൊ ഈ ഫോം നമ്മൾ ഒന്നും കൂടി പറയുവാണ്, ആക്ഷൻ ടാസ്ക് ഇതുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ 13 സെഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും ഇത് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അത് എന്താണെന്നുള്ളത് വളരെ ബ്രീഫ് ആയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പലർക്കും ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്താണെന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ ഒരു അക്കാഡമിക് പ്ലാൻ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് എവിടെ എങ്ങനെ എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഒരു PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് മൊമെന്റം മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓറിയന്റേഷന് ശേഷം നമ്മൾ റിലീസ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ അതിന്റെ ഒരു പ്രീ റിക്വസൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സമയം എടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ബേസിസിൽ പ്യൂർലി അതിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ഒരു പ്ലാൻ നിങ്ങൾക്ക് റിലീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങളിപ്പം വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓറിയന്റേഷന് ശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനൊരു വോയിസ് നോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ എങ്ങനെ ഫില്ല് ചെയ്യണം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ലിങ്ക് കാര്യങ്ങൾ ഒക്കെ തന്നെ ഓറിയന്റേഷന്റെ ശേഷം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇന്നത്തെ സെഷൻ നമുക്കൊന്ന് റാപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ അമ്ന മാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അതിൽ സ്മാർട്ട് ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഹാബിറ്റ് ഫോർമേഷനും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ എല്ലാവർക്കും തന്നെ ഞാൻ ജസ്റ്റ് ഒരു റിമൈൻഡർ കൂടി തരുവാണ്. നമ്മുടെ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്കിപ്പോൾ മെന്റേഴ്സ് സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ലിങ്ക് തരും. ആക്ഷൻ ടാസ്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണും. നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെഷൻ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, പിന്നെ ഒന്ന് റീവിസിറ്റും കൂടി ചെയ്യാണ്, ഒന്ന് റീകോൾ ചെയ്യാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മുടെ ടോപ്പ് പെർഫോമൻസിന് ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്യുമ്പം ആക്ഷൻ ടാസ്കിലെ സ്കോറും നമ്മൾ വളരെ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ചെയ്യാം. പിന്നെ ഹൊറൈസൺ ഫോം നിങ്ങൾക്ക് ഫസ്റ്റ് ഇനാഗുറേഷൻ സെഷനിൽ നമ്മൾ ഹൊറൈസൺ ഫോം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഫസ്റ്റ് ഇനാഗുറേഷൻ സെഷനിലാണ് ആ ഒരു ഫോമിന്റെ ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ലേൺവൈസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്തു തരാൻ പറ്റും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ഫോമാണ്. അപ്പൊ അതാരെങ്കിലും ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഫോർ ജോയിനിങ് ടുഡേ സെഷൻ ആൻഡ് താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.